पाहि पाहि जगन्मोहन कृष्ण परमानन्द श्रीकृष्ण पाहि पाहि जगन्मोहन कृष्ण परमानन्द श्रीकृष्ण देवकी वसुदेव नन्दन कृष्ण देवकी वसुदेव नन्दन कृष्ण दिव्य सुन्दर श्रीकृष्ण दिव्य सुन्दर श्रीकृष्ण पाहि पाहि जगन्मोहन कृष्ण परमानन्द श्रीकृष्ण नन्द यशोदा नन्दन कृष्ण नन्द यशोदा नन्दन कृष्ण इन्दुवदन श्रीकृष्ण इन्दुवदन श्रीकृष्ण पाहि पाहि जगन्मोहन कृष्ण परमानन्द श्रीकृष्ण पालित नारायण तीर्थ कृष्ण पालित नारायण तीर्थ कृष्ण परम पावन श्रीकृष्ण परम पावन श्रीकृष्ण पाहि पाहि जगन्मोहन कृष्ण परमानन्द श्रीकृष्ण पाहि पाहि जगन्मोहन कृष्ण परमानन्द श्रीकृष्ण परमानन्द श्रीकृष्ण यो अन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यं ഗോവിന്ദനാമസങ്കീർത്തനം. ഭാഗവതം അതിലെ സപ്തമസ്കന്ധം നമ്മൾ കണ്ടു. അതിലെ കഥാഭാഗം മാത്രമല്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പ്രഭാതത്തിൽ ഉച്ചയുടെ മുന്നേറ്റ് കേട്ടു. സാമാന്യധർമ്മങ്ങളെപ്പറ്റി, വർണ്ണധർമ്മങ്ങളെപ്പറ്റി, ആശ്രമധർമ്മങ്ങളെപ്പറ്റി, ഇതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ ഒരു വിഷമവുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പല അബദ്ധങ്ങളും സംഭവിക്കുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് തെറ്റ് പറ്റണതും. പിന്നീട് വിഷമിക്കുന്നു, ഭാവിയിൽ പശ്ചാത്തപിക്കുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. പറ്റേണ്ടതൊക്കെ പറ്റിയിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അപ്പം അങ്ങനെ അബദ്ധം പറ്റാണ്ടിരിക്കാൻ ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. നമ്മൾ വൈകിയാണ് പഠിച്ചതെങ്കിൽ മക്കളെ നേരത്തെ പഠിപ്പിക്കുക. അങ്ങനെയാണ് പ്രായശ്ചിത്തം. അതല്ലാതെ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അവരെ ഇതിൽ ശ്രദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇനി അഥവാ ഈ പറഞ്ഞ ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റിയിട്ടില്ല, ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഗൃഹസ്ഥന് വരുന്ന പതനം അത് കാണിക്കുകയാണ് ഗജേന്ദ്രമോക്ഷം കഥ. ഒരു ഗൃഹസ്ഥൻ്റെ കഥയാണ് വർണ്ണിക്കുന്നത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതല്ലാതെ ആനയുടെ കഥയൊന്നും മരിക്കാൻ പോകുന്ന പരീക്ഷത്തിനോട് ഞാൻ ഈ ആനയുടെ കഥ പറയാം, മരിക്കാൻ പോകുന്ന പരീക്ഷത്ത്, അതൊന്നും അങ്ങനെയുള്ള കഥയൊന്നുമല്ല ഈ പറയണത്. ആ പരീക്ഷത്ത് തന്നെയാണ് ആന എന്നുള്ളത് പരീക്ഷത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ കേൾക്കണം, നമുക്ക് മനസ്സിലാവണം ആ ആന ഞാനാണ്, അല്ലെങ്കിൽ മുതല ഞാനാണ്, ഏതെങ്കിലും ഒന്ന് ഞാനാണെന്ന് നമുക്കിങ്ങനെ മനസ്സിലാവണം. ഇവിടെ കഥ വർണ്ണിച്ചു. ബ്രഹ്മാവിൻ്റെ ഉണർന്നിരിക്കുന്ന സമയം, അപ്പോൾ അദ്ദേഹം സൃഷ്ടി ചെയ്യും, ഇങ്ങനെ പറയാം. അതാണ് ബ്രഹ്മാവിന്. അങ്ങനെ ബ്രഹ്മാവ് ഉറങ്ങണ സമയത്ത് സൃഷ്ടിച്ചതൊക്കെ അദ്ദേഹത്തിൽ തന്നെ ലയിക്കും. അതിനെയാണ് പ്രളയം എന്ന് പറയും. ഇങ്ങനെ 1000 ചതുർയുഗക്കാലം ബ്രഹ്മാവിന് പകലും 1000 ചതുർയുഗക്കാലം രാത്രിയാണ്. അപ്പോൾ 2000 ചതുർയുഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസമായി.
ഇങ്ങനെ 365 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു വയസ്സായി, ഒരു വർഷമായപ്പോൾ. ഇങ്ങനെ 100 വയസ്സ് കഴിഞ്ഞാൽ ആരും മരിക്കും? ഇപ്പോൾ ഒരാശ്വാസമായില്ലേ? ബ്രഹ്മാവും കുറച്ച് കഴിഞ്ഞാൽ പോകും, എന്തായാലും കുറച്ചധികം ഉണ്ടാവും. നമ്മളിപ്പോൾ എങ്ങനെയാണ്, ചിലർ കുറച്ചധികം ഉണ്ടാവും, അവർ കുറച്ച് നേരത്തെ പോകും, എത്രയൊക്കെ ഉള്ളൂ, എന്തായാലും പോകാണ്ടിരിക്കില്ല. വന്നതൊക്കെ പോയേ പറ്റൂ. പിന്നെ അടുത്ത ബ്രഹ്മാവ് അങ്ങനെ മാറും. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബ്രഹ്മാവിന് കുറച്ചധികം ആയുസ് ഉണ്ടെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. കൊതുകിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ബ്രഹ്മാവാണ്, അതിന് കുറച്ച് ആയുസുള്ളൂ. നമ്മളൊക്കെ ഇത്രയും മനുഷ്യന് ആയുസ് അത്രയേ ഉള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആപേക്ഷികമാണ്. സമയം എന്ന് പറഞ്ഞാൽ ചിലർക്ക് എത്ര സമയം ഉണ്ടായിട്ടൊരു കാര്യമില്ല, ഒന്നും ചെയ്യാത്തവരുണ്ട്. എത്ര സമയം കിട്ടിയിട്ടും കാര്യമില്ല. ചിലർ കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യും. ഇപ്പോൾ ശങ്കരാചാര്യരൊക്കെ എത്ര കുറഞ്ഞ സമയം ഉണ്ടായുള്ളൂ, എന്തൊക്കെ ചെയ്തു. നമ്മളിപ്പോൾ എത്ര കാലമായി എന്ത് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ വിവേകാനന്ദ സ്വാമി എത്ര കുറഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ അവരൊക്കെ അധിക കാലമൊന്നും ഉണ്ടായില്ല. ഉണ്ടായി ഒരു കുറച്ച് 10-36 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ചെയ്യേണ്ടതൊക്കെ ഇനിയൊന്നും ചെയ്യാനില്ല, അത്രയ്ക്കും ചെയ്തു വെച്ചിട്ടാണ് ആചാര്യസ്വാമികളൊക്കെ പോയത് എന്ന് പറഞ്ഞാൽ അർത്ഥം വേണ്ടതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നവർക്ക് അധിക സമയമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പം കാലം എന്ന് പറഞ്ഞാലും ആപേക്ഷികമാണ്. സന്തോഷമായിട്ടിരിക്കുമ്പോൾ നേരം പോകണമെന്ന് നമ്മൾ അറിയില്ല, ദുഃഖിച്ചിരിക്കുമ്പോഴോ നേരം കണ്ട് പോകണമില്ല. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതൊക്കെ കാലം, അതൊക്കെ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മനസ്സിൻ്റെ ഒരു കളി തന്നെയാണ്, അത്രയേ ഉള്ളൂ. അതാണ് മന്വന്തരം, കാലത്തെ പറ്റി വർണ്ണിക്കുകയാണ്. മനസ്സിൻ്റെ ഒരു കളിയാണതൊക്കെ. അങ്ങനെ ആദ്യത്തെ മന്വന്തരം നമുക്കറിയാം, സ്വയംഭുവ മന്വന്തരം. പിന്നത്തെ മന്വന്തരം സ്വാരോജിഷ മന്വന്തരം, പിന്നെ ഉത്തമ മന്വന്തരം, താമസ മന്വന്തരം, രൈവത മന്വന്തരം, ഇങ്ങനെയൊക്കെ വർണ്ണിക്കുകയാണ്. അപ്പോൾ സ്വയംഭൂ മന്വന്തരത്തിൽ ആ സ്വയംഭൂ മനു ശതരൂപയുടെ കൂടെ അദ്ദേഹം തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടു. കാട്ടിൽ വന്ന് അങ്ങനെ തപസ് ചെയ്യണം, ഏകാന്തത്തിലിരിക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. തപസ് ചെയ്യുക പറഞ്ഞാൽ ഈശ്വരനെ കിട്ടണം, തത്വവിചാരം ചെയ്യണം എന്നുള്ള വിചാരത്തിൽ ഏകാന്തത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മെല്ലെ 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 തത്വം അങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെയാണ് ഋഷിമാരൊക്കെ. അവർ പുസ്തകം നോക്കി പഠിച്ചതല്ലോ, അവർ തന്നെ നമുക്ക് ഈ പുസ്തകം കിട്ടിയത്. അവർ ഏകാന്തത്തിലിരുന്ന് ഈ ഒരു തത്വത്തെ വിചാരം ചെയ്യുമ്പം ഉള്ളിൽ നിന്ന് അങ്ങനെ പലതും അങ്ങനെ പ്രകടമാവും. അതവർ വിളിച്ചു പറയും, അതാണ് ശ്രുതി. പിന്നെ അത് വേദം എഴുതി അത് ഗ്രന്ഥമാക്കി, അതിനാണ് പിന്നെ വേദം, ഇതിഹാസം, പുരാണമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സ്വയംഭൂമനും ഭഗവാനെ അറിയാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും ഹൃദയത്തിൽ ആ ഒരു ഉപനിഷത്ത് തത്വം അനാവൃതമായി എന്നാണ്. ഏന ചേതയതേ വിശ്വം വിശ്വം ചേതയതേ നയം. മനു പറയാണ്, ഉള്ളിലുള്ളത് പുറമേക്ക് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. യോ ജാഗർത്തി ശയാനേസ്മിൻ നായം തം വേദ വേദസഹ ഏന ചേതയതേ വിശ്വം. യാതൊന്നിനാലാണോ ഈ വിശ്വം ഇങ്ങനെ ചൈതന്യവത്തായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതാണ് വിസ്തരിക്കാൻ പോണത്. ഗജേന്ദ്രൻ്റെ സ്തുതിയുടെ തുടക്കം എന്താണ്, അതുതന്നെയാണ് ഇപ്പം ഇവിടെ വർണ്ണിക്കുന്നത്, ഉപനിഷത്താണ്. ഏന ചേതയതേ വിശ്വം. ഈ പലതും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, അതിനോടൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഇഷ്ടം ആ വസ്തുവിനോടല്ല, പിന്നെയോ ഇതുണ്ടാക്കി ഈശ്വരനോടാണ്. നമ്മളത് അറിയണില്ല എന്ന് മാത്രം. ഈ മനോഹരമായിട്ട് ഈ വസ്തു ഉണ്ടാക്കിയതാരാണ്, അയാൾക്ക് എത്ര സൗന്ദര്യം ഉണ്ടാവും. ഏന ചേതയതേ വിശ്വം. നീ ഉണ്ടാക്കിയ വസ്തുവൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും. ഈ സൗന്ദര്യം ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് ഉണ്ടാക്കിയ സുന്ദരൻ എപ്പോഴും ഒരു കാലത്തും സൗന്ദര്യം ഇല്ലാണ്ടാവില്ല. ഏന ചേതയതേ വിശ്വം വിശ്വം ചേതയതേ നയം യോ ജാഗർത്തി. അയാൾ എപ്പോഴും ഉണർന്നിരിക്കും, അയാൾ ഒരിക്കലും ഓഫാവില്ല. നമ്മളങ്ങനെയല്ല, അർത്ഥം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അതാണ് വ്യത്യാസം. അയാൾ അങ്ങനെയല്ല, അയാൾ എപ്പോഴും ഉണർന്നിരിക്കും. യോ ജാഗർത്തി ശയാനേ അസ്മിൻ. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അദ്ദേഹം ഉണർന്നിരിക്കും, നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും അദ്ദേഹം ഉണർന്നിരിക്കും എന്നാണ്. അയാൾ ഉറങ്ങണമെന്നല്ല. യോ ജാഗർത്തി ശയാനേ അസ്മിൻ നായം തം വേദ. ആരും അയാളെ അറിയാറില്ല, എന്നാൽ അയാൾ വേദസഹ സഹ സർവം വേദ. അയാളെല്ലാം അറിയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥത്തൊക്കെ എന്താ ഈ പറയണത് തോന്നുന്നു. അയാളെ ആരും അറിയില്ല, അയാളെല്ലാത്തിനെയും അറിയുന്നു. നമ്മൾ ഗുരുവായൂരപ്പനെ അറിയണില്ല, ഗുരുവായൂരപ്പൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഗുരുവായൂരപ്പനെ കാണുന്നുണ്ടോ നോക്കുകയാണ്, അതല്ല, ഗുരുവായൂരപ്പൻ നമ്മളെ കാണുന്നുണ്ടോ നോക്കണം. അപ്പോൾ ഇവിടെ ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്, ഭഗവാനെ അറിയാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നു, എന്നിട്ടും വ്യക്തമായിട്ട് അറിയുന്നില്ല. പൂർണ്ണമായിട്ടൊന്നും നമുക്കിപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ ഇപ്പോൾ ആണോ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ നമുക്കറിയുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു സത്യമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. ആത്മാവാസ്യമിതം സർവം ആണ്. ഉള്ളിലുള്ള അനുഭൂതി പുറമേക്ക് അങ്ങനെ പൊന്തി വരികയാണ്. ആത്മാവാസ്യം ഈശാവാസ്യം എന്നാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ. പക്ഷെ അതന്നെ ആ പതൊന്ന് മാറ്റി. ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ ദൂരത്താവില്ലേ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ദൂരത്തായി. ആത്മാവാസ്യം ഇവിടെ തന്നെ ഇതാണ്. ഈ ആത്മാവ് തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ആത്മാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അതൊക്കെ എന്താ, അതൊക്കെ ഈശ്വരനാണ്, അല്ലെങ്കിൽ ആത്മാവാണ്. ഇതൊക്കെ എത്ര പറയാനുണ്ടോ ചോദിച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ എന്നാണ്.
അതാണ് പറയണത്. വായു ഈശ്വരനാണ്, അഗ്നി ഈശ്വരനാണ്, ആകാശം ഈശ്വരനാണ് എന്ന് പറയുമ്പം ഇതിപ്പോൾ എന്താ സർവം ഖലു ഇതം ബ്രഹ്മ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, എല്ലാം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പോരെ, മതി. എത്ര കാലമായി നമ്മളിത് പറയണു? എന്നിട്ട് തോന്നണുണ്ടോ? ഇല്ല. അപ്പം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. തോന്നുന്നത് വരെ പറയുകയാണ്. കുട്ടി നേരെയാവണത് വരെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ ഈ തത്വം തെളിയണത് വരെ ഇത് പറഞ്ഞേ പറ്റൂ. നിങ്ങൾ ആകാശം കാണുന്നുണ്ടല്ലോ, ഉണ്ട്. വായു കാണുന്നുണ്ടല്ലോ, ഒക്കെ വേറെ വേറെ തന്നെ കാണുന്നുണ്ടല്ലോ, ഉണ്ട്. എന്നാൽ പിന്നെ ഇതൊക്കെ ഈശ്വരനാണ് ഭാവന ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. ആത്മാവാസ്യമിതം സർവം എന്ന് കരുതി വായുവും ആകാശവും ഒക്കെ ഒന്നാണെന്നല്ല പറയണത്. അതിൻ്റെയൊക്കെ ധർമ്മ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒന്ന് തന്നെ. യത് കിഞ്ച ജഗത്യാം ജഗത്ത്, എന്തൊക്കെ ഇവിടെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ ഒക്കെ ഇതൊക്കെ ഈശ്വരൻ തന്നെ ആണ്. തേന ത്യക്തേന ഭുഞ്ചീഥ. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തേന ത്യക്തേന ആണ്. ഉപേക്ഷിച്ചാൽ മനസ്സിലാവും. എന്തുപേക്ഷിക്കുക? നാമരൂപങ്ങൾ ഉപേക്ഷിച്ചാൽ വസ്തു ഒന്നേ ഉള്ളൂ എന്ന് വ്യക്തമാവും. ഉദാഹരണം, വിളക്ക് കണ്ടു, നാമരൂപം ഉപേക്ഷിച്ചാൽ ഓടേ ഉള്ളൂ എന്ന് മനസ്സിലാവും. വിളക്ക് എന്നുള്ളത് എന്താ? പേരാണ്. എന്തിനാ പേരിട്ടത്? ആ ഒരു ഷേപ്പിനാണ് ആ പേരിട്ടത്. ആ ഷേപ്പ് മാറ്റി വേറൊരു രൂപമാക്കി വെച്ചാൽ നമ്മൾ എന്ത് പേര് വിടും? വിളക്കെന്ന് വിളിക്കുമോ? അത് ഉരുളിലേക്ക് വെച്ചാൽ വിളക്കെന്ന് വിളിക്കുമോ? ഇന്നലെ വരെ ആ ഓടിനെ വിളക്കെന്നാണ് വിളിച്ചത്. പക്ഷേ ഇപ്പം ആ ഓടിനെ പേര് മാറ്റി ഉരുളിന്ന് വിളിച്ചു. അത് നീട്ടി പരത്തി വെച്ചാൽ ചട്ടുകെന്ന് വിളിക്കും. അതൊക്കെ വിളിച്ചോളൂ, അതൊക്കെ പേര് മാറിക്കൊണ്ടിരിക്കുകയാണ്. വസ്തുവിന് വല്ല മാറ്റവും ഉണ്ടോ? ഓടിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതപ്പോൾ തന്നെ ആ ആദ്യം വിളക്കായിട്ടിരിക്കുമ്പോഴും അത്ര തന്നെ ഉണ്ട് ഓട്, ഉരുളിയായപ്പോഴും അത്ര തന്നെ ഉണ്ട്, ചട്ടുകായപ്പോഴും അതിന് ഓടിനൊരു മാറ്റവും. പക്ഷേ രൂപമാണ് മാറുന്നത്. ശരി, ആ നാമരൂപം അങ്ങോട്ട് മാറ്റിയ വസ്തു എന്തേ ഉള്ളൂ? ഓടല്ലേ? അതാണ് നാമരൂപങ്ങൾ ത്യജിക്കൂ ആണ്. എവിടെ നോക്കിയാൽ ഇവിടെ കാണുന്ന വസ്തുക്കളിലൊക്കെ നാമവും രൂപവും ഒഴിവാക്കിയാൽ ഉള്ളതെന്താ? ബ്രഹ്മം ആണ്, ഈശ്വരൻ ആണ്. നമ്മളെ നാമവും രൂപവും ഒഴിവാക്കിയാൽ ഈശ്വരൻ ആണ്. അത്രയേ ഉള്ളത്. ആരുടെയാണെങ്കിൽ നാമവും രൂപവും അങ്ങോട്ട് മാറ്റിയാൽ ഈശ്വരൻ ആണ്. ആ ഈശ്വരൻ പല വേഷം കെട്ടി നടക്കുകയാണ്. അത് തിരിച്ചറിയൂ. ഏന ത്യക്തേന ഭുഞ്ചീഥ. അതല്ലെങ്കിൽ മറ്റൊരർത്ഥം, ത്യജിച്ചിട്ട് അനുഭവിക്കൂ, നിവേദിച്ചിട്ട് കഴിക്കൂ. ഇതറിയാനുള്ള വഴിയും കൂടി പറയുകയാണ്. എല്ലാം ഈശ്വരനാണെന്ന് അറിയാനുള്ള വഴി എന്താ വെച്ചാൽ ഭഗവാനെ നിവേദിച്ചിട്ട് അനുഭവിക്കുക. അനുഭവിക്കേണ്ട പറഞ്ഞാൽ ആരും കേൾക്കില്ല. അനുഭവിച്ചോളൂ, വേണ്ട പറയണില്ല. ഒരു മര്യാദയോടുകൂടി അനുഭവിച്ചോളൂ. ഇപ്പം ധിക്കാരത്തോടു കൂടി അനുഭവിക്കുന്നത് മാറ്റിയിട്ട് വിനയത്തോടെ ഭഗവാന് കൊടുത്തിട്ട് കഴിച്ചോളൂ. നമ്മൾ ആർത്തിയോട് കൂടി കഴിക്കുമ്പോൾ ഒരു സുഖമില്ല, അതൊരു വൃത്തികേടാ, അത് പാടില്ല. ഭഗവാനെ നിവേദിച്ചിട്ട് കഴിക്കുമ്പോൾ അതിനൊരു ഭംഗി കൂടി. കഴിക്കേണ്ട പറഞ്ഞിട്ടില്ല. ഭഗവാനെ നിവേദിച്ച് കഴിക്കുമ്പോൾ അതിനൊരു വിനയമുണ്ട്, ഒരു ആദരവുണ്ട്. അങ്ങനെ അനുഭവിച്ചോളൂ, ധാർമ്മികമായിട്ട് അനുഭവിച്ചോളൂ. വിവാഹം കഴിച്ചോളൂ, നല്ല രീതിയിൽ കഴിഞ്ഞോളൂ. കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ, അവരെ നല്ല രീതിയിൽ വളർത്തിക്കോളൂ. അങ്ങനെ വിനയത്തോടു കൂടി ഒക്കെ ഈശ്വരപ്രസാദമായിട്ട് കണ്ട് അനുഭവിച്ചോളൂ. എന്ന പശ്യതി പശ്യന്തം ചക്ഷുർയസ്യ നരിഷ്യതി തം ഭൂതനിലയം ദേവം സുവർണം വധാവത യസ്യ ആദ്യന്തവും മധ്യം ച. ആ ഈശ്വരൻ ആദ്യവും ഇല്ല അന്തവും ഇല്ല. പിന്നെ മധ്യം ഉണ്ടാവും ഇല്ല, ഒന്നുമില്ല. ആ ഈശ്വരനാണ് എല്ലാം. അത് എന്ന് തുടങ്ങി പറയാൻ പറ്റില്ല, എന്നും ഉള്ളതാണ്. എന്നാൽ ശൂന്യമാണോ? ശൂന്യമല്ല, ഉണ്മയാണ്. ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അപ്പം ഉണ്മയിൽ നിന്നാണ് എല്ലാം ഉള്ളതായിട്ട് തോന്നുന്നത്. പലതും ഉണ്ടായി നിലനിൽക്കൊന്നും ഇല്ലാണ്ട് അവിടെ തോന്നുന്നുണ്ടല്ലോ, അത് തോന്നലാണ്. അതിനൊരു അടിസ്ഥാനം വേണമല്ലോ, വേണ്ടേ? നമുക്ക് പാമ്പിനെ തോന്നി, എവിടെ തോന്നി? ഒരടിസ്ഥാനം വേണം, വേണ്ടേ? ഒന്നുമില്ല, അതോട് തോന്നുമോ? ഒന്നുമില്ല, പെട്ടെന്ന് പാമ്പ്. അങ്ങനെയില്ല. കയറിലാണ് പാമ്പിനെ തോന്നുന്നത്. അപ്പോൾ കയറുണ്ടല്ലോ, അതാ ചോദ്യം. നമുക്കിത് അവിടെ ഭാര്യയായിട്ടും മക്കളായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ശത്രുവായിട്ടും മിത്രവുമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവണം. ഒന്നുമില്ലാത്തടത്തൊന്നും തോന്നില്ല. ഭൗതികവാദികൾ പറയുക ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായി എന്നാണ്. ഒരു പൊട്ടിത്തെറി, അതിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ത് പൊട്ടിത്തെറിച്ചോ? അത് മിണ്ടില്ല. പൊട്ടിത്തെറിക്കണേ ഒന്നും വേണ്ടേ? അതാ ചോദ്യം. ഉണ്മ, അതിൽ നിന്ന് എന്തുണ്ടാവും? ഇല്ലായ്മയിൽ നിന്ന് പറയണ്ട. ബൗദ്ധന്മാരങ്ങനെയാണ് പറയുക, ശൂന്യമാണെന്ന് പറയും. യുക്തിവാദികളും അതന്നെയാണ് പറയുക. അവരിപ്പം ഏറെക്കുറെ ഇതൊക്കെ തന്നെ പറയും. പക്ഷെ അവസാനം കൊണ്ടുപോയിട്ട് എന്ത് പറയും? ആദ്യമൊന്നുമില്ലായിരുന്നു. അതാ ബുദ്ധിമുട്ട്. അതുവരെ നമ്മളൊക്കെ ശരി തന്നെയാണ്. അത് പറയരുത്. സദേവ സൗമ്യ ഇതമഗ്ര ആസീത്. അല്ലയോ സൗമ്യ, സത് ഏവ, ആ പരമമായ സത്യം മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നിട്ടുള്ളത്. അതന്നെ അവസാനം ഉണ്ടാവുള്ളൂ. ഇപ്പം ഇങ്ങനെ പലത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടെയാണ്? അതൊക്കെ അതിൽ തന്നെ. അത് തോന്നുന്നേ ഉള്ളൂ, ഉള്ളത് തന്നെ. പാമ്പിനെ തോന്നിയത് കയറില്ല. അപ്പം കയറുള്ളതാണല്ലോ, കയറവിടെ ഉണ്ടല്ലോ. കയറിനെ കയറായിട്ട് കണ്ടില്ല, പാമ്പായിട്ട് തോന്നി. അത് പാമ്പിൻ്റെ കുറ്റമല്ല, കയറിൻ്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വെളിച്ചുണ്ടാക്കുക, ടോർച്ചടിച്ച് നോക്കുക, അത്രയേ വഴിയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്ത് ദുഃഖിക്കാണ്ടിരിക്കണം വെച്ചാൽ നമ്മുടെ വഴി എന്താ വെച്ചാൽ ഭാഗവതമാകുന്ന ടോർച്ചടിച്ച് ഈ പ്രപഞ്ചത്തെ നോക്കുമ്പം ഈ പ്രപഞ്ചം വിശ്വം വിഷ്ണു എന്ന സത്യം തിരിച്ചറിയും. ഈ പ്രപഞ്ചം എന്താണ്? ഇത് ഈശ്വരനാണെന്ന് അറിയാൻ പറ്റും.
അതിനാണ് ഈ ഒരു മന്വന്തര വർണ്ണനം. മന്വന്തരേഷു സദ്ധർമ്മ, സദ്ധർമ്മത്തെ പറ്റി എടുത്ത് പറയുകയാണ്. മന്വന്തരങ്ങളിൽ ഭഗവാൻ ആ ധർമ്മത്തെ നിലനിർത്തി പോകുന്നത് എങ്ങനെയെന്നുള്ളത് വർണ്ണിക്കുന്നു. അപ്പോൾ ഓരോ മന്വന്തരം, സ്വായംഭൂ മന്വന്തരത്തെ വർണ്ണിച്ചു. അദ്ദേഹം തപസ് ചെയ്യുന്ന സമയത്ത് രാക്ഷസന്മാർ വന്നു. ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടണില്ല. ഭഗവാൻ യജ്ഞസ്വരൂപനായിട്ട് വന്ന് ആ രാക്ഷസന്മാരെ വധിച്ചു. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് വരുന്ന അപകടം വന്ന കാര്യം തന്നെ ആരറിയില്ല. ഭജിക്കുന്നവർ വന്നിരുന്നോ, പോയോ ഒന്നും പറഞ്ഞ് അതൊക്കെ ഭഗവാൻ തട്ടി മാറ്റിക്കോളുന്ന അർത്ഥം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥ. അങ്ങനെ ആ മന്വന്തരം വർണ്ണിച്ചു. പിന്നെ സ്വാരോജിഷ മന്വന്തരം വർണ്ണിച്ചു, രണ്ടാമത്തെ മന്വന്തരം. ആ മന്വന്തരത്തിൽ ഭഗവാൻ വിഭു എന്ന പേരിൽ അവതരിച്ചിട്ടാണ് ധർമ്മത്തെ രക്ഷിച്ചത്. പിന്നീട് തൃതീയ ഉത്തമോ നാമ, മൂന്നാമത്തെ മന്വന്തരം ഉത്തമ മന്വന്തരം. ആ മന്വന്തരത്തിൽ ഭഗവാൻ സത്യസേന എന്നുള്ള പേരിൽ അവതരിച്ച് ധർമ്മത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ചതുർത്ഥ ഉത്തമഭ്രാതാമനുർനാംനാച താമസഃ, നാലാമത്തെ മന്വന്തരമാണ് താമസ മന്വന്തരം. ആ മന്വന്തരത്തിലാണ് ഗജേന്ദ്രമോക്ഷം കഥ നടന്നത് എന്ന് പറയുകയാണ്. ഹരിണ്യാം ഹരിമേധസഃ, ഹരിമേധസിൻ്റെ മകനായി ഹരിണിയിൽ ഭഗവാൻ ഹരി എന്നുള്ള പേരിൽ അവതരിച്ച് ഒരാനയെ രക്ഷിച്ചു എന്ന് പറഞ്ഞ സമയത്ത് പരീക്ഷത്തിൻ്റെ ചോദ്യം, ബാദരായണയേതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ഹരിയഥാ ഗജപതിം ഗ്രാഹഗ്രസ്തമമൂമുജത്. ആ ഹരി ആ മുതലയുടെ പിടിയിൽ നിന്ന് ആ ആനയെ രക്ഷിച്ചത് എങ്ങനെയെന്ന് അറിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. തത് കഥ സുമഹത് പുണ്യം, അത് വലിയ പുണ്യമായ കഥയാണെന്ന് എനിക്കറിയാം. കഥ കേൾക്കാത്ത ആളൊന്നുമല്ല. ഈ കഥയൊക്കെ ആർക്ക് നിശ്ചയുണ്ട്, പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് പരീക്ഷത്തിന് അറിയാം. അത് കേട്ട് കഴിഞ്ഞാൽ ധന്യം സ്വസ്തേനം ശുഭം യത്ര യത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീയത്തെ ഹരി. ആ ഭഗവാന്റെ കഥയല്ലേ, ഭഗവാന്റെ കാരുണ്യത്തെ വിസ്തരിക്കുന്ന ആ ഒരു കഥയായതുകൊണ്ട് ആ കഥ പറയണം എന്ന് പറഞ്ഞ് മന്വന്തര വർണ്ണനം വിസ്തരിക്കുന്ന കൂട്ടത്തിൽ താമസ മന്വന്തരത്തിലെ ഈ കഥ വർണ്ണിക്കുകയാണ്. മന്വന്തരം വർണ്ണിക്കുന്നത് വെറുതെ ഹിസ്റ്ററി പറയാൻ പറയല്ല, രാജാക്കന്മാരുടെ കഥയൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടല്ല. അതൊന്നും ഒരു വിഷയമല്ല ഭാഗവത്തിൽ. ആ സമയത്തൊക്കെ അവരനുഷ്ഠിച്ച ധർമ്മവും ഭഗവാൻ ആ ധർമ്മത്തെ പാലിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതും കാണിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം കാണിക്കാനാണ് ഈ കഥ. ഗജേന്ദ്രൻ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ പുറപ്പെട്ടു വന്നില്ലേ, അത് കാണിച്ചു തരികയാണ്. പണ്ട് ഗജേന്ദ്രൻ എന്ന പേരായിട്ടൊരു ആന ഉണ്ടായിരുന്നു. അങ്ങനെ പേരാണോ എന്താണെന്നും പറയണില്ല. ഇന്ദ്രദ്യുമ്നനെ ശപിച്ചതാണ് ആര്, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അഗസ്ത്യൻ. ആ കഥ നമുക്ക് നിശ്ചയുണ്ട്. ഇന്ദ്രദ്യുമ്നൻ വലിയ ഭക്തനാണ്. അദ്ദേഹം മൗനം വ്രതമായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. ഈശ്വരനെ ഉപാസിക്കുക പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. അപ്പോൾ അഗസ്ത്യൻ ആ വഴിക്ക് വന്നു, അനുഗ്രഹിക്കാൻ വന്നതാണ്. അഗസ്ത്യനെ കണ്ടപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. കാരണം മൗനവ്രതമല്ലേ, മൗനവ്രതത്തിൽ മിണ്ടണോ, വേണ്ടല്ലോ, മിണ്ടണ്ട. അപ്പം അങ്ങനെ അദ്ദേഹം മിണ്ടാണ്ടിരുന്നു. അപ്പോൾ അഗസ്ത്യൻ ഇങ്ങനെ സ്കാൻ ചെയ്തു, എന്താ ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം. ഇനി എന്ത് വ്രതമാണെങ്കിലും ഗുരുനാഥനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. അതൊക്കെ ചൊല്ലും അദ്ദേഹം. പക്ഷേ ഗുരുനാഥനെ കണ്ടപ്പോൾ എന്ത് തോന്നിയില്ല. അത് തോന്നണ്ടേ, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് തോന്നണ്ടേ. താൻ ഇത് വിഷ്ണു പൂജയാണ്, അല്ലെങ്കിൽ ഇതാണ് നിർഗുണ ബ്രഹ്മോപാസകനാണ്, താൻ ഇപ്പം മൗനവ്രതമാണെന്ന് പറഞ്ഞ അദ്ദേഹം വന്ന സമയത്ത് ഇനി മിണ്ടിയില്ല എന്ന് മാത്രമല്ല, എന്നാൽ എന്തെങ്കിലും ഒന്നും വേണ്ടേ, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ലേശം ഒരു പ്രശ്നം ആർക്കുണ്ടായിരുന്നു. ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഗുരുനാഥൻ പറയുന്നുണ്ട് ഉണ്ടെന്ന്, അവിടെയല്ലേ ശപിച്ചത്. അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ നമുക്കറിയോ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഗജേന്ദ്രനായതിനുള്ള ശേഷമല്ലേ അറിയുള്ളൂ. അതിൻ്റെ മുന്നേ ഇന്ദ്രദ്യുമ്നനായപ്പോൾ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആര് മനസ്സിലാക്കി? ആ ഗുരുനാഥന് മനസ്സിലായി. അദ്ദേഹം നോക്കിയപ്പം ലേശം ഒരു മതം ഇരിക്കുന്നുണ്ട് എവിടെയോ. എന്നാൽ അതങ്ങോട്ട് തീരട്ടെ. അത് ആനയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, മതം ആനയ്ക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആനയാവട്ടെ എന്നാണ്. ആനയെപ്പോലെ എന്നാ ശാപം. ഇതാണ് ശാപം, ആനയെപ്പോലെ എന്ന് പറഞ്ഞ അർത്ഥം. പിന്നെ കഥാരൂപത്തിൽ പറയുമ്പം ചെവി വലുതായി, മൂക്ക് നീളം കൂടി, തുമ്പിക്കൈയൊക്കെ വന്നു, അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ദേഹാരായി അവനെ എന്ന് പറഞ്ഞാൽ മതമുള്ളവൻ എന്നർത്ഥം. അതങ്ങോട്ട് തീരട്ടെ. നമുക്കൊരു വാസന ഉള്ളിലുണ്ടെങ്കിൽ തീരെ തന്നെ വേണം. അത് ഈശ്വരാർപ്പണമായിട്ട് അങ്ങോട്ട് തീർത്താൽ പിന്നെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പം അദ്ദേഹത്തിന് ആ ഒരു വാസന ഉള്ളിലുണ്ട്, മതം. ഏതായാലും അങ്ങനെ ശപിച്ച സമയത്ത് അദ്ദേഹം എന്താ ആനയായി മാറി. അങ്ങനെയാണ് കഥ. എത്തിപ്പെട്ടത് എവിടെയാണ്? നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടു. കാരണം ഭഗവാനെ ഭജിച്ചവർക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല. അവരെത്തിപ്പെടുന്ന സ്ഥലം ഇനിയും ഭജിക്കാൻ പറ്റിയ സ്ഥലത്താവും എത്തിപ്പെടുക. ആസീത് ഗിരിവരോരാജൻ ത്രികൂട ഇതി വിശ്രുത. ത്രികൂട എന്ന പേരായിട്ടൊരു പർവ്വതം, അത് പാലാഴിയുടെ നടുക്കാണ്. അവിടെ ഒരു ഉദ്യാനം, ഋതുമാൻ അല്ലെങ്കിൽ ഋതുമത്ത് നോക്കിയാണ് അതിൻ്റെ പേര്. ധാരാളം വള്ളികൾ പൂക്കളൊക്കെ ഉള്ള നല്ലൊരു കാട്. ആ കാട്ടിൽ ഈ ഗജേന്ദ്രൻ വന്നു പെട്ടു. എല്ലാവർക്കും വലിയ ആശ്വാസമായി. മൃഗങ്ങൾക്കൊക്കെ ഒരു രക്ഷാധികാരി, തന്നെ രക്ഷിക്കാൻ ആൾ വന്നില്ലേ, അവരൊക്കെ അങ്ങനെ ഇലക്ഷൻ നടത്തി ഇയാളെ രാജാവാക്കി. ഗജേന്ദ്രൻ ഒക്കെ പേരിട്ടു. വലിയ സന്തോഷമായി ഗജേന്ദ്രന്. താനല്ലേ ഇവരെ നോക്കേണ്ടത്, താനാണല്ലോ ഈ ഗൃഹത്തിൻ്റെ നാഥൻ.
റേഷൻ കാർഡിലൊക്കെ അങ്ങനെയാണ്. അപ്പം അത് പോയിട്ടു, ഇപ്പോൾ ഗൃഹനാഥയായി. അപ്പോൾ എന്താ വെച്ചാൽ മനസ്സിലായി, അല്ല മനസ്സിലായി, മറ്റത് പാണ് വിചാരിച്ചിരുന്നു. ഇതേപോലെ ഇദ്ദേഹം ഇതിങ്ങനെ താനാണ് ഗൃഹനാഥൻ എന്നൊക്കെ കരുതി അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ആളുകളൊക്കെ വന്ന് പരാതി പറയുമ്പോൾ രക്ഷിക്കേണ്ട ചുമതലയുണ്ട്. വരൾച്ച വന്നു, അവിടെ എന്തോ വലിയ പ്രശ്നം വന്നു, വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ താൻ രക്ഷിക്കണമല്ലോ എന്ന് കരുതി ഇദ്ദേഹം തുമ്പിക്കൈയൊക്കെ നീട്ടിപ്പിടിച്ച് അങ്ങനെ സഞ്ചരിച്ചു. നല്ല താമര തടാകം ദൂരത്തുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി, താമരയുടെ ഗന്ധം കൊണ്ട് ആ വഴിക്ക് സഞ്ചരിച്ചു. ഇയാളുടെ ബുദ്ധിയൊക്കെ കേമ. അപ്പം പിടിയാനകളും കുട്ടിയാനകളൊക്കെ കൂടെ പോയി ഗജേന്ദ്രനെ പുകഴ്ത്തിക്കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ ആ തടാകം കണ്ടു, വലിയ സന്തോഷമായി. അപ്പോഴും ഗജേന്ദ്രനെ അവർ പുകഴ്ത്തി. അങ്ങനെ ഗജേന്ദ്രനെ ഇറങ്ങി നോക്കി, കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവരും ഇറങ്ങി. അങ്ങനെ ധാരാളം വെള്ളം കുടിച്ചു, ധാരാളം താമര തണ്ടുകൾ പൊട്ടിച്ച് കഴിച്ചു. വിശപ്പും മാറി, ദാഹവും മാറി. തൻ്റെയും മാറി, തൻ്റെ പത്നിമാരുടെയും മാറി, തൻ്റെ കുട്ടികളുടെയും മാറി. ഇനി എന്ത് ചെയ്യണം? ഇനി കുറച്ചൊരു ഉളുപ്പുണ്ടെങ്കിൽ കരയ്ക്ക് കയറ് വേണ്ടത്. അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു 10-60 വയസ്സ് കഴിഞ്ഞിട്ടും വീട് വിട്ട് സപ്താഹം കേൾക്കാൻ പോയില്ല എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ. അതാണ് അർത്ഥം. കാരണം ഇത് പറഞ്ഞില്ലേ മനസ്സിലാവണില്ല. നമ്മൾ പലതിലും പറഞ്ഞു നോക്കി, അവർ ഗജേന്ദ്രൻ മുതല പിടിച്ചൂലേ, അതല്ല പറയണത്. ഇത്രയൊക്കെ ആയിട്ടും ജീവിതത്തിൻ്റെ ഒരു ഏറെക്കുറെ കഴിഞ്ഞു, എന്നിട്ടും ഭഗവാനെ വേണമെന്നോ അല്ലെങ്കിൽ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവണം എന്നുള്ള ചിന്ത പോലും വരുന്നില്ലെങ്കിൽ മുതല പിടിക്കും. പിന്നെ പ്രയാസം രക്ഷപ്പെടാൻ. അതാണ് താല്പര്യം. താമരത്തണ്ട് പൊട്ടിച്ച് കഴിക്കുക പറഞ്ഞാൽ സിനിമയ്ക്ക് പോവുക, എന്തൊക്കെ ഏർപ്പാടുണ്ട്, പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, ടൂറ്, കുളു മണാലി പോവുക, എവിടേക്കോ പോയി. എന്നിട്ട് സപ്താഹത്തിന് 7 ദിവസം ലീവില്ല. എന്നാലോചിച്ച് നോക്കും. അതാണ് നമ്മുടെ അവസ്ഥ. ലീവില്ല, ലീവ് കിട്ടാൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പോയി? നമ്മൾ സ്റ്റാറ്റസ് കണ്ടല്ലോ. അത് അപ്പോൾ സൗകര്യമില്ല പറയൂ. അതല്ലാണ്ട് ന്യായം പറയരുത്, അങ്ങനെ പറയരുത്. നമുക്കെന്താ വെച്ചാൽ സൗകര്യമില്ല, അത്ര തന്നെ അർത്ഥമുള്ളൂ. മറ്റ് പലതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം അത്രയേ ഉള്ളൂ. ഇതത്ര പ്രധാനമായിട്ട് തോന്നിയില്ല എന്നാണ്. അത് തോന്നുന്നൊരു കാലം വരട്ടെ. അപ്പം അങ്ങനെ സമയമൊക്കെ മാറ്റി. പരീക്ഷത്ത് അങ്ങനെയല്ലേ, അതുവരെയും കുളുമണാലിയായിരുന്നു. ശാപം കിട്ടിയപ്പോൾ അദ്ദേഹം ഗംഗാതീരത്ത് പോയിരിക്കുക. അതുവരെയും പോയി. എവിടെ പോയത് അദ്ദേഹം? ബദ്രി പോയോ, കേദാർനാഥോ, എവിടെയും പോയില്ല. അദ്ദേഹത്തിന് ആ ശാപം കിട്ടിയപ്പോൾ മഞ്ഞ് കൊട്ടാരത്തിലിരിക്കാൻ വയ്യ. നമുക്ക് കിട്ടാണ്ടിരിക്കട്ടെ, നമുക്കും കിട്ടിയിട്ടൊക്കെ ഉണ്ട് ഈ ശാപം. ആ തിരിച്ചറിവ് വേണം, കിട്ടിയിട്ടുണ്ടെന്ന്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒക്കെ ഒഴിവാക്കി വന്നിരിക്കും എന്നാണ്. ഇവിടെ ആ പിടിയാനകളും കുട്ടിയാനകൾക്കും താമരത്തണ്ട് പൊട്ടിച്ചു കൊടുത്തു പറഞ്ഞാൽ സ്നേഹം, മനസ്സ്, തൻ്റെ സമയം മുഴുവൻ പിടിയാനകൾക്കും കുട്ടിയാനകൾക്കും വേണ്ടി നീക്കി വെച്ചു. ചിലർ പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടിയാണ്. നല്ല കാര്യം അല്ലേ? ഇടയ്ക്ക് അവനവന് വേണ്ടി ഒന്ന് ജീവിക്കണം, അത്രേ പറയാനുള്ളൂ. ഇടയ്ക്ക് അവനവന് വേണ്ടിയും ഒന്ന് ജീവിക്കണം. ഇനി അതല്ലെങ്കിൽ ഭാര്യയ്ക്കും കുട്ടിക്കൊക്കെ സന്തോഷമാവണില്ലയോ എന്ന് അന്വേഷിക്കും. ചിലപ്പോൾ ഉണ്ടാവില്ലേ. ഇയാൾ ജീവിക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോ, അവർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വലിയ സഹായം എന്താ വെച്ചാൽ നമ്മൾ അവിടുന്ന് മാറി നിൽക്കലാണ് ഏറ്റവും വലിയ സഹായം. നിങ്ങളെ വീട്ടിലൊക്കെ എത്ര സന്തോഷം ഉണ്ടാവും അല്ല ഇടയ്ക്ക് നമുക്കത് പറയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ മാറി നിന്നാൽ അവർക്ക് വലിയ എന്തോ ആയിക്കോട്ടെ എന്ന്. നമുക്കും ഇവിടെ സമാധാനം. നമ്മൾ വിചാരിക്കണത് പണ്ട് അങ്ങനെ ഉണ്ടായി. പണ്ടൊരു കുട്ടി എപ്പോഴും മാത്സ് ഇങ്ങനെ തെറ്റിക്കുകയാണ്, പ്രോബ്ലം ഇങ്ങനെ തെറ്റിക്കും. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ പാരൻസ് മീറ്റിംഗ് ഉണ്ടാകുമ്പം മാഷെടുത്ത് വന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയും, എന്താ ചെയ്യുക, ഞാൻ ഒപ്പം ഇരുന്നിട്ട് ഇവൻ ഇതെന്നും തെറ്റിക്കുകയാണ്, എന്താ ചെയ്യുക, ഇത്ര കാലമായിപ്പോൾ നമുക്ക് പറഞ്ഞു. അപ്പം മാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യും, 2 ആഴ്ച ഇനിയിപ്പോൾ അങ്ങ് ഒപ്പം ഇരിക്കാണ്ടിരിക്കും. പിന്നെ ഇയാൾ ശ്രദ്ധിക്കാണ്ടേ അപ്പോൾ കുട്ടി നോക്കാൻ നേരെയാക്കുന്നുണ്ട്. ഇയാൾ അപകടമാക്കുകയാണ്. അച്ഛനൊപ്പം ഇരുന്നിട്ട് ഈ കുട്ടി നേരാവണം ചെയ്യണതൊക്കെ അച്ഛൻ തെറ്റിക്കുകയാണ്. ചിലപ്പോൾ അച്ഛൻ മാറി ഇരുന്നാലാവും, ചിലപ്പം കുട്ടി അങ്ങനെയുണ്ടാവും. എല്ലാം അങ്ങനെയാണെന്നല്ല, ചിലപ്പോൾ അങ്ങനെയും. അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നർത്ഥം. അതുകൊണ്ട് ഇതെന്ത് സംഭവിച്ചാൽ തൻ്റെ സമയം മുഴുവൻ എന്തിന് ചിലവാക്കി? ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയെന്ന് വ്യാജം ഒക്കെ വെറുതെ പറയും. എന്തൊക്കെ ന്യായം പറയല്ലേ, അവനവന് വേണ്ടിയാണ്. അവരെ പറയുമ്പോൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ, ഞാൻ ജീവിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ എന്നിട്ട് ജോയിൻ്റ് അക്കൗണ്ടാണ്, ഒറ്റക്കൊരു അക്കൗണ്ട് കൊടുത്തില്ല, എന്നിട്ട് പേടിയാണ് കൊണ്ടുപോകുന്നേ. വെറുതെ പറയാം, ഒക്കെ ഓരോ അഭിപ്രായം എന്താവട്ടെ, ഒക്കെ വേറെ വിഷയം. പക്ഷെ അതുതന്നെയാണ് ഈ വിഷയം, അത് പറയണമല്ലോ. അതാണ് ഇവിടെ വിഷയം തന്നെയാണ്. ഇങ്ങനെ അദ്ദേഹം തൻ്റെ സമയം മുഴുവൻ ഈശ്വരന് കൊടുക്കാതെ ചിലവാക്കി. കുറച്ച് കഴിഞ്ഞ് പ്രയാസം വന്നപ്പോഴാണ് തെറ്റുപറ്റിപ്പോയി എന്ന് അറിഞ്ഞത്. കാരണം ആത്മവിശ്വാസം ഇല്ലേണ്ടേ. അതാ പ്രശ്നം. ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പ്രയാസം വരുമ്പം അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഇല്ലേണ്ട ആവലാണെന്ത്, അതാ മുതല പിടിക്കുക പറഞ്ഞാൽ. അല്ലാതെ ഇപ്പം എല്ലാവരും മുതല പിടിക്കും, ചിലർക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാവും, ചിലർക്കത് ഉണ്ടാവില്ല. ഇവിടെ ഈ ഗജേന്ദ്രന് ആ ശക്തി മുഴുവൻ ചോർന്നു പോയി. പിടിയാനകൾക്കും കുട്ടിയാനകൾക്കും കൊടുത്തിട്ട് ഭഗവാനെ ഉപാസിക്കാത്തത് കൊണ്ട്
അദ്ദേഹത്തിന് എന്തില്ല, മനസ്സിന് ബലമില്ലാതെ പോയി. അതാണ് താല്പര്യം. ഒരു മുതല കടിച്ചു, അങ്ങനെ പ്രാരബ്ധം. മുതലയൊന്നുമല്ല, എന്ത് മുതല? മുതല കടിച്ചാൽ പാനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? 3 കാല് ഫ്രീ അല്ലേ, ഒരു ചവിട്ട് കൊടുത്താൽ മുതലയുടെ കഥ കഴിയും. ഇത് മുതലയൊന്നുമല്ല, ഇത് തൻ്റെ പ്രാരബ്ധം. കർമ്മഗ്രാഹഗൃഹീതാംഗം. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കർമ്മം വന്ന് പിടിച്ചാൽ തുടർന്നതൊക്കെ അങ്ങനെ അപകടമാവും. ഒരാൾക്കും രക്ഷിക്കാൻ പറ്റില്ല, കണ്ടിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയ കേമന്മാരുണ്ടായിട്ടും കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥ. അതാണ് ഇവിടെ. പിടിയാനകളൊന്നും രക്ഷിച്ചില്ല പറയാൻ വയ്യ. അവരൊക്കെ നല്ല ഡോക്ടറെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു, നല്ല സ്ഥലം തന്നെ ആയിക്കോട്ടെ, എത്ര കാശിലായാലും കുഴപ്പമില്ല, ഒക്കെ ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാം? ചികിത്സിക്കും തോറും ഇപ്പോൾ ശരിയാവും ഡോക്ടർമാർ പറയാം. അപ്പോഴേക്കും വേറൊരു പ്രശ്നമുണ്ട്, നാളെ മാറ്റാം, ICU ഒന്ന് മാറ്റാം. നാളെ പറയാം അയ്യോ വേറൊന്നും പെട്ടെന്ന് അങ്ങോട്ട് കുറഞ്ഞു, മറ്റേത് സോഡിയം കുറഞ്ഞു, മറ്റേ ലബോറട്ടറിയാണ്, എന്തൊക്കെയോ ഉണ്ടതിൽ, അത് ചിലത് കുറയും കൂടും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവർ. ഇപ്പോൾ 2-3 മാസമായി ഗജേന്ദ്രൻ എവിടെയാണ്? ICUവിലാണ്. അതാണ് കഥ. പിന്നെ കുറച്ച് കഴിയുമ്പം അന്വേഷിക്കാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നു. പിന്നെ വന്ന് കാണലില്ല, ഫോൺ വിളിക്കലായി. പിന്നെ ഫോൺ വിളിക്കില്ല, മെസ്സേജ് അയക്കുള്ളൂ, എങ്ങനെയുണ്ട് മൂപ്പർക്ക് എന്നൊക്കെ ചോദിക്കും. പിന്നെ അതും ഇല്ലാണ്ടിയായി. പിന്നെ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മൂപ്പര് പോയില്ലേ? ഗജേന്ദ്രൻ ഇപ്പോഴും ഉണ്ടോ? ഇത്ര കാലമായി ഇപ്പോൾ, 2-3 കൊല്ലമായില്ലേ? ഇപ്പോഴും ഉണ്ട്, മരിച്ചിട്ടൊന്നുമില്ല, ഇതിലും ഭേദം മരിക്കുന്നതാണ് കേട്ടോ എന്നൊക്കെ ചിലരങ്ങനെ പറയാൻ തുടങ്ങി. ഇത് നമ്മളെ കഥയാണ്. അങ്ങനെ ഗജേന്ദ്രൻ പോവുകയാണ്. ഇപ്പം ആകെ ഒരു പിടിയാന തൂക്കാത്രയായിട്ട് വരും, കഞ്ഞിയിട്ട് വരിക, ഭാര്യയാവും വിചാരിക്കുക. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പിടിയാന ഈ കൊമ്പനാന ഗജേന്ദ്രൻ അങ്ങനെ ആണ്ടാണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇനിയിപ്പോൾ മക്കളെയൊന്നും പ്രതീക്ഷിക്കേണ്ട, മറ്റുള്ളവരൊന്നും പ്രതീക്ഷിക്കേണ്ട, അവരൊക്കെ ആവണത് നോക്കിയിട്ടുണ്ട്, അവരൊന്നും കുറ്റം പറയരുത് കേട്ടോ, അവരൊന്നും, ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്, അത് അവരുടെ കുറ്റമല്ല. പിന്നെ മക്കളെന്താ വേണ്ടു, അമേരിക്ക വിട്ടിങ്ങോട്ട് വരണോ? നിങ്ങളല്ലേ പഠിപ്പിച്ചത്, നിങ്ങളല്ലേ ജോലി ആക്കിയത്, എന്നിട്ട് മകൻ അവിടെ പോയതിന് കുറ്റം പറയാം. അവർ പോട്ടെ, അപ്പോൾ അതിന് കുറ്റമൊന്നും പറയണ്ട. അങ്ങനെയാണ് ലോകം. അതത്രയേ ഉള്ളൂ. അവനവൻ്റെ കാര്യം അവനവൻ നോക്കുക, അവരെ കാര്യം അവർ നോക്കുക, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി വേറെ ആളുണ്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ കുഴപ്പം നമ്മൾ ആദ്യം അങ്ങനെ പഠിപ്പിക്കന്നെ. എപ്പോഴും ഒരാളെ ആശ്രയിക്കാൻ പഠിപ്പിക്കണതായി ബുദ്ധിമുട്ട്. കല്യാണം കഴിക്കാത്ത ആളോട് പറയും അവസാനം വെള്ളം തരാൻ ആൾ വേണ്ടേ, അതിനാ കല്യാണം കഴിക്കണത്, അത് ശരിയാണോ? അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാനോ? അതൊന്നും ഒരു ന്യായം. എന്തെങ്കിലും ഇതൊക്കെ വലിയ ഗെയിമായിട്ട് പറയാം, ഒന്നുമല്ല, അങ്ങനെയൊന്നും പറയരുത്. എന്നിട്ടോ വെള്ളം തരാൻ വേണ്ടിയിട്ട് അവർക്ക് വയ്യാണ്ട് ചോദിച്ചാൽ വെള്ളം കൊടുക്കുക, അപ്പം അതൊന്നുമല്ല ന്യായം. അങ്ങനെയൊന്നും പറയണത് അത്ര ശരിയല്ല. പക്ഷെ ഇതാണ് നമ്മൾ പഠിപ്പിക്കുക. അതാണ് അപ്പം തന്നെ നമ്മൾ ആശ്രയിക്കുകയാണ്. ഭഗവാനെ ആശ്രയിക്കാനൊന്നും ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. ഗജേന്ദ്രൻ ഇപ്പം മനസ്സിലായി എന്ത്, ഇവരെ ആരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല, ഒരാൾക്കും തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം ആരെ ആശ്രയിക്കാൻ തുടങ്ങി? അദ്ദേഹം ഭഗവാനെ ആശ്രയിക്കാൻ തുടങ്ങി. എന്തേ അങ്ങനെ ആശ്രയിക്കാൻ കാരണം? പ്രാഗ്ജന്മനി അനുശിക്ഷിതം. പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായതല്ല. പൂർവ്വജന്മത്തിൽ കുറേ കാലം അദ്ദേഹം ചെയ്തിരുന്നു, ഭഗവാനെ ആശ്രയിച്ചിരുന്നു. ആ ഒരു സംസ്കാരം കൊണ്ടാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എങ്ങോട്ട് തോന്നി, ആശ്രയിക്കാൻ തോന്നി. ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്കും ഗുരുവായൂർക്ക് വരാനല്ലേ തോന്നുന്നത്, കലുഷപ്പ് പോകാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ എന്തോ പണ്ടെങ്ങാണ്ടോ ലേശമൊക്കെ ആശ്രയിച്ചിട്ടുണ്ട്. ചിലർ അങ്ങനെ പോയിരിക്കേ, എന്താ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കും, അങ്ങനെയായിട്ട് നശിക്കും. ചോദിച്ചാൽ പറയാം എന്തോ ആണെന്നൊക്കെ പറയും ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അവിടെ പോയിരുന്ന എന്താ കഥ? അങ്ങനെയല്ലല്ലോ. അപ്പം ബുദ്ധിമുട്ട് 2 കൂട്ടർക്കും ഉണ്ടെങ്കിൽ ഒരാൾ ഭഗവാനെ ആശ്രയിക്കുന്നു, വേറൊരാൾ നശിക്കുന്നു വെച്ചാൽ അതിപ്പോൾ ആരെയാണ് പറയേണ്ടത്? ഇത് അവരുടെ കുഴപ്പം തന്നെയാണ്. അത് ഭഗവാനെ കുറ്റം പറയുന്നതും വേണ്ട, ദുഃഖത്തെയും കുറ്റം പറയണ്ട. ദുഃഖം വന്ന് എല്ലാവരും നശിച്ചിട്ടൊന്നുമില്ല. ദുഃഖം വന്ന് ഭഗവാനിലേക്ക് അടുത്തവരാണ് എത്രയോ പേര്. അപ്പോൾ അതുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ കഥ എന്താ? അങ്ങനെയല്ല, ഇപ്പോൾ ഗുരുവായൂരപ്പൻ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് ഒളിച്ചിരിക്കുന്നു മൂപ്പര്. മേൽപ്പത്തൂരാണ് ഇതെല്ലാം കൂടി അങ്ങോട്ട് ആളങ്ങോട്ട് എത്തിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞാൽ അത്രയും വാദം വന്നുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ആശ്രയിച്ചത്. ആവട്ടെ. അപ്പോൾ അതാണ് ഇവിടെ ഗജേന്ദ്രൻ്റെ കഥ. അദ്ദേഹത്തിന് പണ്ട് ലേശം ഭഗവാന് ഭജിച്ചതുകൊണ്ട് ഇപ്പം അദ്ദേഹത്തിന് ആ ഒരു സ്തോത്രം ജപിക്കാൻ തോന്നി. കാരണം ഇനിയൊന്നുമില്ല, ഇനി ഇങ്ങോട്ട് പോവുകയാണ്. ആ പോണ പോക്കിലൊന്ന് ആ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ടാവാം എന്ന് കരുതിയിട്ടുണ്ടാവണം എന്നാണ്. ഭഗവാനെ ആശ്രയിക്കുകയാണ്. യക്കശ്ചനേശോ ബലിനോന്തകോരകാത് പ്രചണ്ഡവേഗാദഭിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതി യത് ഭയാൻ മൃത്യു പ്രധാവത്യരണം തമീമഹി. ആ പരബ്രഹ്മത്തെ ഞാൻ ആശ്രയിക്കുന്നു, ആ മഹാശക്തിയെ ഞാൻ ആശ്രയിക്കുന്നു. പേരൊന്നും പറയണില്ല, ഗുരുവായൂരപ്പനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വിഷ്ണുവെന്നോ ശിവനെന്നോ ബ്രഹ്മ ഒന്നും പറഞ്ഞിട്ടില്ല. ആരെ ആശ്രയിക്കണത്? യക്കശ്ചനേശോ, ഏതൊരു ഈശ്വരനെ
ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ആ ഏതൊരു ഈശ്വരൻ്റെ സങ്കല്പം കൊണ്ടാണോ ഇവിടെ കാറ്റ് വീശുന്നത്, മഴ പെയ്യണത്, ഭൂമി തീയണത്, യമൻ തൻ്റെ കർമ്മമൊക്കെ പേടിച്ച് ചെയ്യണത്, അതിൻ്റെ പിന്നിൽ ആരാ ഈ യമന് ശമ്പളം കൊടുക്കുന്നത്? അയാൾക്ക് നമ്മളൊക്കെ കാലിന്, ഈ കാലിന് ആരെയാണ് പേടിക്കുന്നത്? കാലിനൊരു കാലുണ്ടല്ലോ, കാലിനും ഒരു ബോസ് ഉണ്ട്, അതാരാ? അയാളെ പിടിച്ചപ്പോൾ എളുപ്പമുണ്ട്. നമ്മൾ ഈ കാലിൻ്റെ മുന്നിൽ പേടിച്ച് നിൽക്കണം. എന്താ വെച്ചാൽ കാലിൻ്റെ നിയന്ത്രിക്കുന്ന ആളെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അയാളെ നമ്മൾ നേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ പേടിക്കാമല്ലോ. നമുക്ക് ഈ മാനേജറെ പരിചയമില്ലാത്തതുകൊണ്ടാണ് പാറാവുകാരന് ലേശം എന്തെങ്കിലും മടക്കി കൊടുക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് മാനേജറെ പരിചയം ഉണ്ടെങ്കിൽ പാറാവുകാരൻ തടഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചാൽ എടോ ഞാൻ പടണ്ട് കിട്ടുക, ഇയാൾ കയറ്റി വിടണ്ടേ, താന്നും ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പം, അത്രയേ ഉള്ളൂ. അത് ആ പരിചയം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ആ പരിചയം ഇല്ലെങ്കിൽ സകല ദിക്കിലും എന്ത് ചെയ്യേണ്ടി വരും? നമസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി ഞാൻ ഈ കുട്ടികളെയും പിടിയാനകളെയും മറ്റുള്ളവരെയും ആശ്രയിക്കൽ നിർത്തി. ഇനി ഞാൻ ആരെയും ആശ്രയിക്കുന്നുള്ളൂ? ആ പരബ്രഹ്മത്തെ, ആ മഹാശക്തിയെ ഞാൻ ആശ്രയിക്കുകയാണ്. അങ്ങനെ ഒരു തോന്നൽ ആർക്കുണ്ടായി? ഗജേന്ദ്രനുണ്ടായി. വലിയ കാര്യമാണ്. കാരണം ദുഃഖം വരുമ്പോൾ സാധാരണക്കാർക്ക് ഈ വക തോന്നൽ ഉണ്ടാവാറില്ല. അനുകൂലമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തത്വമൊക്കെ പറയാൻ നല്ല സുഖമാണ്. ഫാൻ്റെ ചോട്ടിൽ അങ്ങനെ ഇരിക്കുക, സമയത്ത് ആഹാരം കിട്ടുക, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ തത്വമസി എന്നൊക്കെ പറയാൻ നല്ല സുഖമാണ്. അല്ലാന്നല്ല, അവനവൻ അങ്ങോട്ട് വലിയൊരു ദുഃഖം വരുമ്പോൾ അത് പറയൽ അത്ര എളുപ്പം ആയിക്കോളുന്നില്ല. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കുന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പം പറയാം. അവനോട് പ്രയാസം വരുമ്പോൾ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഇതല്ലാണ്ട് വേറെ വഴി ഇല്ല. അപ്പോൾ ഗജേന്ദ്രൻ എന്ത് പറ്റി? ഇപ്പം അത് ലേശം അദ്ദേഹത്തിന് മെല്ലെ മെല്ലെയാണെങ്കിൽ ആ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി. അതുകൊണ്ട് ഇനി ഞാൻ ആ പരബ്രഹ്മത്തെയാണ് ആശ്രയിക്കുന്നത്. അയാളുടെ സങ്കല്പം കൊണ്ടാണല്ലോ താൻ ഇവിടെ ആനയായിട്ട് പറഞ്ഞത്. താൻ ഇവിടെ കൃത്യം ഈ തടാകത്തിൽ ഇറങ്ങാൻ ആരാ കാരണക്കാരൻ? അതും ആ ശക്തിയായിരിക്കണം. താൻ ഇറങ്ങി കൃത്യം ആ മുതല ഈ പിടിയാനകളൊന്നും പിടിക്കാണ്ട് എൻ്റെ കാലിൽ തന്നെ വന്ന് പിടിക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു കാരണം ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കേമായിട്ട് സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ താൻ ആർജിച്ച ആ ഒരു സംസ്കാരം കൊണ്ട് അദ്ദേഹം ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. അതൊക്കെ പേരെടുത്ത് പറയാണ്ടിയാണ്. നിർഗുണ ബ്രഹ്മത്തെയാണ് സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്ദേഹം പൂർവ്വജന്മത്തിൽ ഒരു നിർഗുണ ബ്രഹ്മോപാസകനായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദേവനെ സ്തുതിക്കുകയല്ല ചെയ്തത്. ഓം നമോ ഭഗവതേ തസ്മൈ ഏതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ അഭിധീമഹി എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നു. ആരെ? ഏതച്ചിദാത്മകം. നേരത്തെ സ്വയംഭൂമന് പറഞ്ഞ അതേ കാര്യമാണ്. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ചൈതന്യവത്താക്കി തീർത്ത ആ പരമചൈതന്യത്തിന് നമസ്കാരം. ഇപ്പം ബൾബ് കത്തനുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അത് എപ്പോഴും കത്തില്ല. അതിനൊരു സമയമുണ്ട്, അതിന് പിന്നൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്, അതുവരെ കത്തുള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം അത് പോവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഓഫാവും. ഏത് ബൾബാണെങ്കിലും, സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. പക്ഷേ ഈ സൂര്യനും ചന്ദ്രനൊക്കെ കടം വാങ്ങേണ്ട ഒരു ദിക്കിൽ നിന്ന് വെളിച്ചം, ആ വെളിച്ചം ഒരിക്കലും നിൽക്കില്ല എന്നാണ്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാതി. ആ ചൈതന്യത്തിൽ നിന്നാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. സൂര്യൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ അവിടുന്ന് കടം വാങ്ങി പ്രകാശിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? ഒരു മഹാശക്തി ഇതിന് കൊടുക്കണ്ടല്ലോ ഇവർക്കൊക്കെ. അതൊരിക്കലും കെടില്ല എന്നാണ്. അതാണ് മരിക്കുന്നതിൻ്റെ മുന്നേ അറിയേണ്ടത്. ഏതച്ചിദാത്മകം പുരുഷായ, ആ പരമപുരുഷന് നമസ്കാരം. അത് പുരുഷൻ സ്ത്രീ എന്നുള്ള പുരുഷനല്ല, സ്ത്രീയുടെയും പുരുഷൻ്റെ ഒക്കെ ചൈതന്യമായിരിക്കുന്നത് ഈ പുരുഷനാണ്, പരമപുരുഷൻ. പുരുഷായ ആദിബീജായ, പരമകാരണൻ അതാണ് ആദിബീജം. അയാൾ എവിടെ നിന്ന് ഉണ്ടായത് ചോദിച്ചാൽ പറയാനില്ല. നമ്മളുണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ട്. അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും. ഇതിങ്ങനെ പോയ അവസാനം എവിടെ എത്തും? അങ്ങനെ പറഞ്ഞു നോക്കൂ, തീരില്ല. കുറച്ചങ്ങോട്ട് എത്തിയ തീരുകയാണെങ്കിൽ അതെവിടെ നിൽക്കുക? അത് ഈ ഭഗവാനിലാണ് നിൽക്കുക. അയാളിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അതാണ് സത്യം. യോസ്മാത് പരസ്മാച്ച പരഹ തം പ്രപദ്യേ സ്വയംഭുവം. എന്നാൽ അദ്ദേഹത്തിനൊരു കാരണമുണ്ടോ? ഇല്ല. അയാൾ സ്വയംഭുവനാണ്. അദ്ദേഹത്തിന് കാരണമില്ല. കാരണവും ഒക്കെ അയാൾ തന്നെയാണ്. യസ്വാത്മനീതം നിജമായയാർപ്പിതം. ആ ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. എന്തിനു ചോദിക്കരുത്. എന്തിനാ ഭഗവാൻ ഈ ഏടാകൂടം? നല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഭഗവാൻ പറയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അതാണ് ഉത്തരം.
നമ്മൾ അനുഭവിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്തത് അനുഭവിക്കില്ലേ? ഉണ്ടല്ലോ. ഇല്ലാത്തതൊക്കെ അനുഭവിക്കുക. സ്വപ്നം കാണാറില്ലേ? ഇല്ലാത്തതല്ലേ. കാണുമ്പോൾ ഇല്ല തോന്നിയോ? കാണുമ്പോൾ തോന്നിയില്ല, ഉണർന്നപ്പോൾ തോന്നി. ഇതിപ്പോൾ ഉണർന്നില്ല. ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതൊക്കെ ഇല്ലാത്തതാണ്. അതുകൊണ്ട് മായ എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നോ ഇല്ല എന്നോ പറയാൻ പറ്റില്ല. അതാണ്. എന്താണ്? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ജ്ഞാനികൾക്കില്ല. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അജ്ഞാനികൾക്കുണ്ട്. നമുക്കുണ്ടേ. അതുകൊണ്ട് ജ്ഞാനിക്കില്ലാത്തതും അജ്ഞാനിക്കുള്ളതും എന്നുള്ളത് കൊണ്ട് ഇത് ഉണ്ടെന്നോ ഇല്ലയെന്നോ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ ഉണ്ടില്ല പറയാൻ പറ്റും, അതും ഇല്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കഥ. അതുകൊണ്ട് അറിവുണ്ടായാൽ ഇത് കാണാണ്ടാവും, മായ ബാധിക്കാണ്ടാവും. അതിനുള്ള വഴി അതാ പറയേണ്ടത്. യസ്വാത്മനീതം നിജമായയാ. ഭഗവാന്റെ ശക്തിയാണ് മായ. ശക്തിയാണ് മായ പറഞ്ഞാൽ തീയിൻ്റെ ധർമ്മം, തീയിൻ്റെ ശക്തിയാണ് ചൂട്. ഇതാണ് തീയിൻ്റെ ശക്തിയാണ് ചൂട്. അപ്പം തീ കൊണ്ടാണോ ചായ തിളയ്ക്കുന്നത്? ചൂട് കൊണ്ടാണോ? തീയിൻ്റെ ചൂട് കൊണ്ട് ചായ തിളയ്ക്കുന്നു. ഇനി ഒന്നും കൂടി ആലോചിച്ചാൽ ചൂട് എന്നുള്ളത് തീയിൻ്റെ ശക്തിയാണെങ്കിലും ശക്തിയും ശക്തനും ഒന്ന് തന്നെയാണ്, അല്ലേ? രണ്ടുണ്ടോ? പക്ഷെ അത് പ്രകടമാകുമ്പോഴേ നമ്മൾക്കത് ശ്രദ്ധിക്കുള്ളൂ. അത് ഞാനും എൻ്റെ വാക്കും പോലെ എന്നാ പറയുക. എന്താണ്? ഞാനും എൻ്റെ വാക്കും. ഞാൻ വർത്തമാനം പറയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലായുള്ളൂ. ഞാൻ മിണ്ടാണ്ടിരുന്ന കാര്യമുണ്ടോ? ഞാനീ പറഞ്ഞ കാര്യം കേൾക്കുകയല്ലോ. അതാണ്. പക്ഷെ അപ്പോഴും എന്തുണ്ട്? വാക്ക് ശക്തി ഇവിടെ ഉണ്ട്. പക്ഷെ അത് പ്രകടമാകുമ്പോൾ രണ്ടായിട്ട് തോന്നും. ഞാനും എൻ്റെ വാക്കെന്ന് വേറെ പറയാൻ തോന്നും. ഞാൻ മിണ്ടാണ്ടിരുന്നാലോ ഞാനും വാക്കും ഇവിടെ തന്നെ. ഇതുപോലെ സൃഷ്ടി കാണുമ്പോഴാണ് ഭഗവാന്റെ മായ നമ്മൾ അറിയുള്ളൂ. അല്ലെങ്കിൽ ഭഗവാനുമായി ഒന്ന് തന്നെ. ഭഗവാന്റെ ശക്തിയാണ് മായ. ഒരു മാജിക്കുകാരൻ്റെ ഇന്ദ്രജാല ശക്തി പോലെ. ഇന്ദ്രജാലക്കാരനെ കണ്ടാൽ നമുക്ക് ശക്തി മനസ്സിലാവുമോ? അയാളത് കാണിക്കുമ്പോൾ അത്രയൊക്കെ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോഴല്ലേ അറിയുള്ളൂ. അത് അയാളിൽ നിന്ന് വേറെയാണോ? അല്ല, അയാളുടെ കഴിവ് അയാളിൽ നിന്ന് വേറെയല്ല. ഇതുപോലെ മായ എന്നുള്ളത് ഭഗവാന്റെ ഒരു കഴിവാണ്. ഭഗവാനൊരു മാജിക്കാരനെ കൂട്ടിക്കോളൂ. ഭഗവാന്റെ മാജിക്കാണ് എന്ത്? ഈ മായ. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ആ ഇന്ദ്രജാലക്കാരനെ ആശ്രയിക്കുക. ആ ട്രിക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ വിഷമിക്കില്ല. ട്രിക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ അത്ഭുതം ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഇപ്പം അങ്ങനെയുണ്ട്. പണ്ടൊന്നും ഒന്നുമില്ല. ഇന്നിപ്പം ഈ മാധ്യമമൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പം നമുക്ക് ഓരോ മാജിക്കിൻ്റെ ട്രിക്കൊക്കെ വേറെ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെയായിരുന്നു. ആ തല വെട്ടണമൊക്കെ നമ്മൾ കണ്ടപ്പോൾ എന്ത് വിചാരിച്ചു? ഇപ്പോഴല്ലേ മനസ്സിലായത്. അയ്യയ്യേ, രണ്ട് സ്ത്രീകളാണേ. അത് ഒന്ന് ബൊമ്മയാണ്. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. അത്രയേ ഉള്ളൂ. അത് നമ്മളത് കണ്ടപ്പോൾ എന്തൊക്കെ വിചാരിച്ചു? ഇതൊന്നും പഠിക്കണം. ഇതിപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എന്തില്ല, പിന്നെ പാര വെട്ടിയാലും ഒന്നുമില്ല എന്നായി. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? ഭ്രമമില്ല. ഇതുപോലെ ഭഗവാനെ അറിഞ്ഞവർക്ക് പിന്നെ എന്തില്ല? ഭ്രമമില്ല. നമുക്ക് മരുമരീചിക കണ്ടാൽ വെള്ളമുണ്ട് കയറി നമ്മൾ ഓടും. ആ ഓടാൻ കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ളമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഒരു പ്രാവശ്യം ഓടി അവിടെ വെള്ളമില്ല മനസ്സിലാക്കി തിരിച്ച് വന്നവൻ പിന്നെ ഓടുക. കുറച്ച് അപ്പുറത്ത് കണ്ടാൽ ഓടും. പക്ഷെ ഇത് ഓടില്ല. ഇതിപ്പോൾ നമ്മൾ കണ്ടതാ. അയാൾ പിന്നെ ഓടില്ല. കാരണം അയാൾക്ക് കാണാണ്ടിരിക്കുകയോ ഇല്ല. മറ്റാൾ കാണുന്ന പോലെ തന്നെ നമ്മളും കാണുന്നുണ്ട്. കാരണം കണ്ണിന് അങ്ങനെ പറ്റുള്ളൂ, അത് കാണിച്ചു. പക്ഷേ ഇയാൾ ഓടും, നമ്മൾ ഓടില്ല. കാരണം നമുക്കറിയാം എന്ത്? ഓടിയിട്ട് കാര്യമില്ല, അതൊരു തോന്നലാണ്. ഇതുപോലെ പ്രപഞ്ചം കാണും, പക്ഷേ ഒപ്പമുള്ള ആൾ ഭ്രമിക്കും, ഇയാൾ ഭ്രമിക്കില്ല. അത്രയേ ഉള്ളൂ. സാഹചര്യമൊക്കെ അയാൾക്കും ഉണ്ടാവും, പക്ഷേ അയാൾ ദുഃഖിക്കില്ല. അതിന് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അതേ വ്യത്യാസമുള്ളൂ. അല്ലാതെ കാണാണ്ടിരിക്കൊന്നുമില്ല. അതാണ് ഇവിടെ വർണ്ണിച്ചത്. നയസ്യ ദേവാ ഋഷയപദം വിദുഹു. ഭഗവാന്റെ രീതിയും സമ്പ്രദായമൊന്നും മനസ്സിലാക്കാൻ ഋഷിമാർക്ക് പോലും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ സാധിക്കില്ല എന്നല്ല, പ്രയാസമെന്ന് കാണിക്കാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഋഷിമാർക്ക് കിട്ടില്ല എന്നല്ല അർത്ഥം. നല്ല പ്രയാസമാണെന്ന് അർത്ഥം. എന്ന് കരുതി ശ്രമിക്കേണ്ടെന്നല്ല, ശ്രമിക്കണം. മറ്റു വിഷയങ്ങളോടുള്ള താല്പര്യം ഒഴിവാക്കി ഭഗവാനെ കിട്ടാനായിട്ട് ശ്രമിച്ചാൽ അത് സുലഭ. ഭഗവാന്റെ പേരാണത്. സുലഭ സുവ്രത സിദ്ധ ശത്രുജിത് ശത്രുതാപന എന്ന് സഹസ്രനാമത്തിൽ കാണാം. ഭഗവാന്റെ പേര് സുലഭൻ എന്ന് പേരുണ്ട്. അതിപ്പോൾ അത്ര പ്രയാസമുള്ള കാര്യമല്ല, താല്പര്യത്തിനനുസരിച്ചാണ് എന്നർത്ഥം. നമോ ഗിരാം വിദൂരായ. ആ ബ്രഹ്മത്തെ നാവ് കൊണ്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇതൊക്കെ ആരാ സ്തുതിക്കണത്? മുതലയുടെ കടി വിട്ടിട്ട് താണ്ടു പോണ ആളുടെ സ്തുതിയാണ്. എന്ത്? നമ്മളാ ചെന്താ വിളിക്കുക? അയ്യോ അല്ലേ? അല്ല, ഒരു മുതല നമുക്കൊന്നും വേണ്ട. ഒരു പനി പിടിച്ചാൽ നമ്മളെന്താ അതെന്താ? പിന്നെ ഗുരുവായൂരപ്പന് പോലും ഒന്നുമില്ല. നാമം ജപിക്കണവരെ കണ്ടാൽ ദേഷ്യം വരും, ഉണ്ടാണ്ടിരിക്കാൻ പറയും, അല്ലേ? എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇവരിൽ ഇത് നോക്കൂ, ആണ്ടാണ്ട് പോകുമ്പോൾ അദ്ദേഹം, അതാണ് സംസ്കാരം. എന്താണ് അയാളുടെ സംസ്കാരം? അതാണ് ചെറുപ്പത്തിലെ ആർജിച്ച് വെച്ചതിൻ്റെയും പൂർവ്വജന്മത്തിലൊക്കെ താൻ പഠിച്ചതിൻ്റെ ഒരു ഫലം ആണത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയൊക്കെ വിഷമമുള്ളപ്പോഴും ഈ തത്വം വിചാരം ചെയ്യാനുള്ളൊരു ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായില്ലേ?
നമോ ഗിരാം വിദൂരായ അതൊക്കെ ഉപനിഷത്താണ്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്ക് അവിടത്തേക്കാണ് തിരിഞ്ഞോടും, കാരണം അതിന് പറയാൻ പറ്റണില്ല. ഇന്നു ഭാഷ ഇത് അപൂർണം ഇങ്ങാഹോ എന്ന് പറയുന്നു. ഭാഷ അപൂർണ്ണമാണ്, പറയാൻ ശ്രമിക്കുമ്പോഴല്ലേ അറിയാം. അപ്പോൾ ഭഗവാനെയൊക്കെ വർണ്ണിക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുക ഭാഷയൊക്കെ ഒന്നുമില്ല കേട്ടോ, എപ്പോഴും ഒന്നും. എങ്ങനെയാണ് ഭഗവാനെ വർണ്ണിക്കുക? ഭഗവാന്റെ മുഖം എങ്ങനെയാണ് പറയുക? താമര പോലെ. ഭഗവാന്റെ കവിള് താമര പോലെ, ചുണ്ട് താമര പോലെ, മുഖം താമര പോലെ, കുംഭ താമര പോലെ, കാല് താമര പോലെ. ഇതൊരു 10-30 താമര വെച്ചാൽ കൃഷ്ണനാവുമോ? ദേഷ്യം വരും, വേണ്ട, അത്രയേ ഉള്ളൂ. അതില്ല. അത് പിന്നെ സൗന്ദര്യം എന്ന് കാണിക്കാൻ നമ്മളിങ്ങനെ പറയണമെന്നല്ലാണ്ട് താമര പോലെ ഒന്നുമല്ല. അതൊക്കെ ഭാഷയ്ക്ക് പരിമിതി ഉണ്ട്, ഒന്നും പറ്റില്ല. പിന്നെ ഇങ്ങനെ പറയാൻ നോക്കുക, അത്രയേ ഉള്ളൂ. പറയാതെ പറയുകയാണ്, അത്രയേ ഉള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തെടുക്കും, ആ താമര പോലെ പറഞ്ഞെന്ന് വെച്ചാൽ സൗന്ദര്യം കാണിക്കാനാ എന്ന് മനസ്സിലാക്കി നമ്മൾ മനസ്സിൽ സൗന്ദര്യം കണക്കാക്കുകയാണ്. ആണ് നമോ ഗിരാം വിദൂരായ. നാവ് കൊണ്ട് പറയാൻ സാധിക്കില്ല ബ്രഹ്മത്തെക്കുറിച്ച്, പക്ഷേ നാവിന് പലതും പറയാൻ സാധിക്കുന്നത് ഈ ബ്രഹ്മം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് മിണ്ടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരനുള്ളതുകൊണ്ടാണ്. എന്നാൽ ഈശ്വരനെ പറ്റി പറയാൻ പറ്റുമോ? പറയാം, പക്ഷേ അതിനെ പറ്റിയൊന്നും ആവില്ല. അതാണ്, അത്രയേ ഉള്ളൂ. ഇതൊക്കെയോ പറയുന്നുണ്ട്, ഈശ്വരനെ പറ്റിയാൽ വിചാരിക്കണമുണ്ട്. ഇതിന് പിടി കിട്ടിയോ ഇല്ലാനും അത് കിട്ടില്ല. പക്ഷേ കുറേ അങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അനുഭവത്തിൽ കേവല അനുഭവ ആനന്ദസ്വരൂപ. ഇങ്ങനെ പറഞ്ഞ് കുറച്ചുകൊണ്ട് കഴിയുമ്പം ഇത് തേഞ്ഞു പോവുകയാണ്. മനസ്സിങ്ങനെ തേയ്യാനുണ്ടാവുന്നത് എന്ത്? പ്രഭാഷണം കേൾക്കുമ്പോഴേ മനസ്സിലാക്കില്ല. മനസ്സതിൻ്റെ അധ്വാനം അങ്ങനെ വരസി അങ്ങനെ അവസാനം മനസ്സങ്ങോട്ട് പോകുമ്പോൾ ഉള്ളത് എന്താ? ഈശ്വരൻ. അപ്പോൾ ശരി കിട്ടും. ഇപ്പോൾ സംഗതി അത് പറയാനൊന്നും പറ്റില്ല. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അങ്ങനെ ആ അഹന്ത അങ്ങോട്ട് പോവും. ആ അഹന്തയുടെ മോനെ അങ്ങോട്ട് ഒടിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതാണ് കേൾക്കുക പറഞ്ഞത്. കേവല അനുഭവാനന്ദ സ്വരൂപ. ഇതെങ്ങനെ കേൾക്കുമ്പം ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ബോധ്യമാവുകയാണ്. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. അതാണ് പ്രജ്ഞാനം എന്ന് പറയുക. അയമാത്മാ ബ്രഹ്മ തത് ത്വമസി അഹം ബ്രഹ്മാസ്മി. ഇതാണ് മഹാവാക്യങ്ങൾ 4 അതുതന്നെയാണ്. അപ്പം ഒരുവിധം ഭാഗവത്തിൽ എല്ലാ സ്തുതികളിലും തന്നെയാണ് പറയുക. അത് പലതരത്തിലും ഇങ്ങനെ സൂചിപ്പിക്കും. നമോ ഗിരാം വിദൂരായ. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, മൂക്ക് കൊണ്ട് വാസനിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പലതും പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇല്ലേ? അത് ഇതുള്ളതുകൊണ്ടാണ്. ഈ ശക്തി ഇല്ലെങ്കിലോ? ഇനി ജീവനില്ലെങ്കിലുള്ള കഥ എന്താ? കണ്ണും മൂക്കുണ്ടായിട്ട് കാര്യമുണ്ടോ? ഒന്നും പറ്റില്ല. അപ്പോൾ ഇതിനെങ്ങനെ ചൈതന്യവത്താക്കി നിർത്തുന്നതാരാ? ഒരു ചൈതന്യം അതിലുണ്ടല്ലോ. ആ ചൈതന്യം പോകുമ്പോഴല്ലേ നമ്മളെന്തോ പോയി എന്ന് പറയണില്ലേ? അത് നശിച്ചിട്ടൊന്നുമില്ല, തൽക്കാലം അവിടെ നിന്ന് മാറിയൊന്നേ ഉള്ളൂ. അത് പോകണമെന്നില്ല, എവിടേക്കും ഇല്ലാണ്ടേ ആവണില്ല. അതാണ് എന്ത്? അതാണ് ഈശ്വരൻ, അതാണ് പരബ്രഹ്മം, അതാണ് ഞാൻ. ഈ ശരീരമല്ല ഞാൻ, അതറിയണം. അത് കണ്ണുകൊണ്ട് അറിയാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതില്ല പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ല പറഞ്ഞാൽ അതെങ്ങനെയാണ് പറ്റുക? അപ്പോൾ ടോർച്ച് കൊണ്ട് നമുക്ക് പുറമുള്ളതൊക്കെ അടിച്ചു നോക്കാം. ആ ടോർച്ചിൽ ബാറ്ററി ഏതാണുള്ളത് മനസ്സിലാവുക? ഏതാ കമ്പനി ബാറ്ററി ഉള്ളത്? അത് ആ ടോർച്ച് കൊണ്ട് അടിക്കാൻ പറ്റില്ല എന്ന് കരുതി ബാറ്ററി ഇല്ല പറഞ്ഞാലോ, അപ്പോൾ ഇതൊക്കെ ഇത്ര കാണാൻ പറ്റുന്നത് ബാറ്ററി ഇല്ലെങ്കിൽ പറ്റും. അപ്പോൾ അതെങ്ങനെ ബാറ്ററി ഉണ്ടെന്ന് മനസ്സിലാക്കി? അത് വിവരം കൊണ്ട് മനസ്സിലാക്കി. എന്താണ്? വിചാരം ചെയ്യാനുള്ള ശേഷിയുള്ളതുകൊണ്ട് ഊഹിച്ച് മനസ്സിലാക്കി. എന്താണ്? അത്രേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഭാഗവതമൊക്കെ വായിക്കുക, അങ്ങനെ ലോകത്തൊക്കെ കാണുക, അങ്ങനെയൊക്കെ ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ഇതിന് കാരണം ഭഗവാനാണ്. അങ്ങനെ ഊഹിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക, അതല്ലാതെ പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് കാണാൻ. അതുകൊണ്ടാണ് അപരോക്ഷാനുഭൂതി എന്നാണ് പറയുക. പ്രത്യക്ഷം എന്ന് പറയില്ല, പരോക്ഷമല്ലാത്തത്. എന്താണ്? അപ്പോൾ പ്രത്യക്ഷമല്ലേ? പ്രത്യക്ഷം എന്ന് പറയാൻ വയ്യ. കാരണം കണ്ണിന് മുന്നിൽ കാണുന്നത് പോലെ കാണുന്നതല്ല, അനുഭവത്തിൽ അറിയണതാണ്. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ എന്ത് പറയും? അപരോക്ഷമാണ് അനുഭൂതി എന്ന് പറയാൻ കാരണം അതാണ്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. സ്വയം പ്രകാശായ നമസ്കരോമി. എപ്പോഴും പ്രകാശിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു. ഏകാന്തിനോ യസ്യെന്ന കഞ്ചനാർത്ഥം വാഞ്ചന്തിയേ വൈ ഭഗവത് പ്രപന്നാഹ അത്യദ്ഭുതം തച്ചരിതം സുമംഗളം. പിന്നെ ഭക്തി വേണം. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഇപ്പം എൻ്റെ കഥ എന്താ വെച്ചാൽ, ആദ്യം എനിക്ക് വലിയ മുഷ്പ് തോന്നിയിരുന്നു കേട്ടോ. ഈ ഒരു സമുദ്രം വലിയ പ്രയാസം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴേക്ക് ഈ സമുദ്രം ആനന്ദ സമുദ്രമഗ്നാഹ വലിയ രസമായിട്ട് തോന്നുക. സംസാര സമുദ്രം ഇപ്പം എന്താ വെച്ചാൽ ആനന്ദ സമുദ്രമായി. എന്താ കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ആശ്രയിക്കാൻ തുടങ്ങി. വലിയ നരകമായിട്ടായിരുന്നു ലോകത്തിന് എനിക്ക് പണ്ട് തോന്നിയത്. പക്ഷേ ഭാഗവതം വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് തോന്നി? അയ്യോ, ഇത് വൈകുണ്ടായിരുന്നു കേട്ടോ, തെറ്റിദ്ധരിച്ച് ഇത്രയും കാലം. ഈ പുസ്തകം നോക്കിയില്ലായിരുന്നു, വേറെ എന്തൊക്കെയോ കണ്ടും കേട്ടും നടന്നാൽ പിന്നെ കഷ്ടാതേ സൃഷ്ടി ചേഷ്ട. അല്പത്തിൽ പറഞ്ഞില്ലേ ഭഗവാനെ, അങ്ങയുടെ ആ സൃഷ്ടി എത്ര ഭീകരമാണ്, എന്തിനപ്പോൾ ഇതൊക്കെ ചെയ്തത്?
ഭഗവാൻ പേടിച്ചു, എന്തപ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, ഇങ്ങനെയൊക്കെ ചിന്ത എനിക്ക് പണ്ടുണ്ടായിരുന്നു ഗുരുവായൂർ വരുന്നവരെ. ഗുരുവായൂരത്തെപ്പറ്റി മനസ്സിലായി നന്നായിട്ടോ. സൃഷ്ടിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ ഗുരുവായൂരിൽ വരുമോ? ഗുരുവായൂരപ്പനെ കാണുമോ? ഇത് കാണാനായിരുന്നു അതൊക്കെ സൃഷ്ടിച്ചത്. ദുഃഖമില്ലെങ്കിൽ നമ്മൾ സുഖം മനസ്സിലാവുമോ? ഉണ്ടാവുമോ? സുഖം നമ്മൾ അറിയണത് എങ്ങനെയാണ്? ദുഃഖത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് സുഖത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നമ്മൾ അറിയണത്. ഇല്ലെങ്കിൽ നമ്മളൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാറില്ലേ, കുട്ടികൾക്കൊക്കെ എന്ത് സുഖം അല്ലേ, അധ്വാനിക്കണ്ട അല്ലേ, ഒക്കെ നമ്മൾ അധ്വാനിച്ച് കാശൊക്കെ ഉണ്ടാക്കുക, അവർ ചിലവാക്കുക മാത്രമേ വേണ്ടൂ. ഒന്ന് പഠിച്ചുകൂടെ എന്നൊക്കെയാണ് നമ്മൾ പറയാറാണ്. നമ്മളിപ്പോൾ വിചാരിക്കണത് എന്താ, അവർ നല്ല സുഖമായിട്ട്, അവരെന്താ പറയണത്, വലുതായാൽ മതി പറഞ്ഞിരിക്കുക. അവർ ഒന്ന് വലുതായാൽ മതി, ഇത് സ്കൂളിൽ പോയി കുറേ പഠിക്കാനുമുണ്ട്, അതും ഇതുമുണ്ട്, എത്രയായാലും ആർക്കും തൃപ്തിയാവില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളിപ്പോൾ വീട്ടിലിരുന്നങ്ങനെ ചിന്തിക്കുകയാണ് പണ്ട് നല്ല സുഖമായിരുന്നു. അവരിപ്പോൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണെന്ത്, പ്രായമുള്ളവർക്ക് നല്ല സുഖമാണ്. ആർക്കും വാസ്തവം പറഞ്ഞാൽ എന്തില്ല, ഇടയ്ക്ക് വല്ല സുഖം ഉണ്ടാവണത് ദുഃഖമുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ സുഖമില്ല എന്നർത്ഥം. ആദ്യം ബസ് കയറി സീറ്റ് കിട്ടിയ സുഖമുണ്ടോ? കയറുമ്പോൾ തന്നെ സീറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ മാറി മാറി ഓരോ സീറ്റിലിരിക്കുക, എവിടെ അപ്പോൾ സുഖം നിശ്ചയിക്കണം അല്ലേ? എത്രത്തേക്ക് നമ്മൾ വണ്ടി നിർത്തിയിരുന്ന ദിക്കിലെത്തിയാലേ ചില അമ്മമാർ കയറിയ കുറച്ച് അപ്പുറത്തിരിക്കും, പിന്നെ കുറേ സീറ്റ് കണ്ട ഇവിടെ ഇരുന്നു. ഓക്കെ, എവിടെ വെയിൽ തട്ടാണ്ടിരിക്കുക, എവിടെയാണ് സുഖം, എവിടെയാണ് കുഷ്യൻ ഉള്ളത്, ഞാൻ നോക്കി അവസാനം എവിടെയെങ്കിലും പോയിരിക്കും. പ്രാരബ്ധം അത്രയേ ഉള്ളൂ. ആദ്യം സീറ്റ് കിട്ടിയാൽ വലിയ സുഖമൊന്നുമില്ല. ആദ്യം ഇങ്ങനെ നിന്ന് പിടിച്ച് അവസാനം അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ സീറ്റ് കിട്ടിയാൽ ഒരു സുഖം ഉണ്ടേ. ആദ്യം കയറി ആളെ നോക്കണ്ടാവും, എന്താ അപ്പോൾ ഇത്ര സുഖം, അത്രയേ ഉള്ളൂ. അയാൾക്കതില്ല, അയാൾ ആദ്യം ഇരുന്നുകൊണ്ടാണ്. അപ്പം ദുഃഖം ഉണ്ടെങ്കിൽ സുഖം അറിയുള്ളൂ, അല്ലാണ്ട് എന്നും സുഖമായി നമ്മൾ വല്ലതൊന്നും അറിയില്ല. അതുകൊണ്ട് ഗജേന്ദ്രൻ ഈ മുതലൊക്കെ അടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയത്. ഇല്ലെങ്കിൽ ഇപ്പം ഒന്നും ഇപ്പോഴും ടി വിയും കണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതാവും അയാൾ. പക്ഷെ അദ്ദേഹത്തിന് ആ മുതലൊക്കെ അടിച്ചപ്പം ചെറിയൊരു ബോധം ഉണ്ടായി, ചെറിയൊരു ചിന്ത ഉണ്ടായി. അതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പം ഭാര്യ മക്കളൊക്കെ അങ്ങോട്ട് പോയപ്പോഴേ ആദ്യൊരു വിഷമം ഉണ്ടായി. ഇപ്പം തോന്നുന്നത് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് പറ്റിയത് എന്തുകൊണ്ടാണ്, അവരങ്ങോട്ട് മാറിയെന്നുകൊണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോഴും ചക്കുടുവാവേ എന്ന് പറഞ്ഞാൽ അവിടെ അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ എനിക്കിതാ വിചാരം ചെയ്യാൻ സമയം കിട്ടി. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് തോന്നുന്നു, അത്യദ്ഭുതം തച്ചരിതം സുമംഗളം. അങ്ങയുടെ ആ ചരിത്രം എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ ഈശ്വര കഥകളൊന്നും പറഞ്ഞില്ല, ഇത് വേദാന്താണ്. ഭാഗവത്തിലെ വലിയൊരു അത്ഭുതം എന്താ ചോദിച്ചാൽ, പ്രഹ്ലാദൻ്റെ ചരിത്രത്തിൽ പ്രഹ്ലാദൻ സ്തുതിക്കുന്ന സമയത്ത് ഭഗവാനോട് പറയുന്നുണ്ട്, ഭക്തിയാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തി കൊണ്ട് സന്തോഷിച്ചില്ലേ അങ്ങ് ആരുടെ നേരെ? ഗജേന്ദ്രൻ്റെ നേരെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗജേന്ദ്രൻ ആര് അല്ലേ, അസല് ഭക്തൻ എന്നല്ലേ വിചാരിച്ചത്. ശരി, ഈ ശ്ലോകം വായിക്കൂ. ഗുരുവായൂരപ്പ വിളിച്ചു മുണ്ടില്ല അദ്ദേഹം, ഗുരുവായൂരപ്പനില്ല, മമ്മിയൂരപ്പ ഒരു പേര് അദ്ദേഹം വിളിച്ചില്ല. മുഴുവൻ എന്താണ്, ഉപനിഷത്താണ് പറയേണ്ടത്. അപ്പോൾ ഭാഗവതത്തിൽ ഭക്തി എന്ന് പറയുന്നത് എന്താ, ആരെയാ? അതാണ് വിഷയം. അപ്പം ജ്ഞാനവും ഭക്തിയൊന്നും ഭാഗവതൻ്റെ രീതിയിൽ വേറെയല്ല. വേറെ എന്തൊക്കെ ഉദാഹരണം പറയായിരുന്നു, അവിടെ ഗോപികമാരെ പറ്റിയൊന്നും പറഞ്ഞില്ല. ആര്? പ്രഹ്ലാദനൊന്നും പറഞ്ഞില്ല. പ്രഹ്ലാദൻ പറഞ്ഞത് ആരെ പറ്റിയാ? ഗജയൂഥപായ. ഗജേന്ദ്രന് മുക്തി കൊടുത്തില്ലേ ഭക്തി കണ്ടിട്ട്? ഇവിടെ ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ എവിടെയാണ് ഭക്തി കാണുന്നത്? ഉണ്ടോ? ഉണ്ട്, ഇത് ഭക്തിയാണ്. പക്ഷെ നമ്മളെ ഭക്തി പറഞ്ഞാൽ നമ്മളിതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, ബ്രഹ്മമൊന്നും പറയുന്നേ പാടില്ല, അങ്ങനെ വാശി പാടില്ല. ഭാഗവതം തന്നെ പറയണത് എന്താ, ഇതാണ് ഭക്തി, ഇതാണ്. മറ്റേതാവാം, അല്ലാന്നല്ല, ഇതുണ്ട്, ഇത് ചേർത്തിട്ട് വേണം എന്ന് കാണിക്കാനാണ് ഈ ഒരു സംഗതി. ഇപ്പം ഞാൻ അങ്ങയെ ആശ്രയിച്ചു തുടങ്ങി, ഈ തത്വമൊക്കെ വിചാരം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ സംസാര സമുദ്രം ആനന്ദസാഗരമായിട്ട് തോന്നുന്നു. അതല്ലെങ്കിൽ അങ്ങനെയാണ്, നമുക്ക് ഒരു ഭീകരമായിട്ടുള്ള തടാകമാകുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും. മുതലൊക്കെ ഉള്ള തടാകമാണെങ്കിൽ. നേരെ മറിച്ച് മുതലില്ലേ ഒന്നുമില്ല, കുറേ താമരകൾ വിടർന്നിരിക്കുന്നു, നല്ല പൂക്കൾ, അത് അരയന്നൊക്കെ ഉണ്ട്, അത് നല്ല ഭംഗിയുള്ള തോണി, നമുക്ക് നീന്താനും അറിയാം, ഒരു ധൈര്യമാണ്. ഇനി പേടിക്കാല്ലേ, അസല് തോണിക്കാരൻ. അയാളെ നേരമ്പോക്കൊക്കെ പറഞ്ഞ് നല്ലോണം പാടുകയൊക്കെ ചെയ്യും, നല്ല സ്നേഹം, നല്ല വിട്ടുപോകാൻ നമുക്ക് തോന്നില്ല. അജ്ജാതിയൊരു തോണിക്കാരൻ. അയാൾ തോണി ഇങ്ങനെ അക്കരെ എത്തിക്കാൻ നോക്കുക. നമ്മളെന്താ പറയുക അയാളോട്? മെല്ലെ മതി, കാരണം തിരക്കൂട്ടല്ലോ താൻ. നമുക്കെന്തല്ല അപ്പോൾ അത്, ആ സംസാര സമുദ്രം നമുക്കെന്തല്ല, ആനന്ദ സമുദ്രമായിട്ട് തോന്നുകയാണ്. എത്താൻ തോന്നണില്ല, മെല്ലെ മതി, അങ്ങോട്ട് എത്താൻ തോന്നണില്ല, കടക്കണം തോന്നണില്ല. കടക്കണം തോന്നുന്നത് ഭീകരമാകുമ്പോഴാണ്. ഇപ്പം ഭഗവാൻ എനിക്കിപ്പം അങ്ങനെ ഇനിയിപ്പം മുതലേ വിട്ടില്ലെങ്കിലും സാരമില്ല എന്ന് അയാൾക്ക്. ഗജേന്ദ്രന് ഭഗവാനെ ഭജിച്ചിപ്പോൾ എന്തായി, ഇനി മുതലയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിട്ടു പോയിക്കോട്ടെ, അത്രയൊക്കെ ഉള്ളൂ. എനിക്കിപ്പം അങ്ങനെ അങ്ങയുടെ സങ്കല്പം എന്താ വെച്ചാൽ ഇപ്പം വലിയ വിഷമമില്ലാണ്ടായി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആശ്രയിച്ചിട്ട് ദുഃഖത്തെ അതിക്രമിക്കുക, അതിജീവിക്കുക.
ദുഃഖമില്ലാണ്ടാവുക പറഞ്ഞാൽ അങ്ങനെ ഇപ്പം മരിച്ചു ദുഃഖമായി മരിച്ചു പോയാൽ തിരിച്ചു വരുമോ? അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല, അത് നമ്മളെ ബാധിക്കാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് ഭാഗവതം കൊണ്ട്, ഏത് വിദ്യ കൊണ്ട്, അധ്യാത്മവിദ്യ അതിന് വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ബുദ്ധിമുട്ടാവാതെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് സാധിക്കും. അതിന് ശ്രമിക്കുക വേണ്ടത്. യസ്യ ബ്രഹ്മാദയോ ദേവ വേദാലോകാശ്ചരാചര നാമരൂപവിഭേദേന ഫൽഗ്യാച കലയാ കൃതാഃ യഥാർച്ചിഷോക്നേ സപിതുർഗഭസ്തയോ. അങ്ങനെ വിസ്തരിച്ച് കേമായിട്ട് സ്തുതിക്കുന്നുണ്ട്. ഓരോ ശ്ലോകവും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ശ്ലോകമാണ്, സ്വാധ്യായത്തിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ്. സ്തുതികൾ മാത്രം നോക്കിയാലും മതി. എല്ലാ സ്തുതി ഒരേ ആശയമാണ് പറയുക. ഭാഗവതം എല്ലാ സ്തുതിയും ഒരേ തത്വം. അതിങ്ങനെ വെറുതെ ഒരു സമയം ഉണ്ടാക്കി അങ്ങോട്ട് വിസ്തരിക്കും. ഒരു ബന്ധമില്ലാത്ത ദിക്കിലും എന്ത് ചെയ്യും? ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കുന്നത് കാണാൻ. ഇതും നിർഗുണ ബ്രഹ്മത്തെ എന്ന് പറഞ്ഞാൽ വ്യാസരുടെ ഉദ്ദേശം ഈ ആശയം സാധാരണക്കാരിൽ എത്തണം എന്നാണ്. അതിനാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. മറ്റുള്ള ദേവന്മാരൊക്കെ ഈ സ്തുതി ഏറ്റുചൊല്ലി. കാരണം അവരെയും പിടിച്ചിട്ടുണ്ട് മുതല. ഈ മുതലയല്ല, വേറെ മുതല. നമ്മളൊക്കെ പിടിച്ചത് ഒരേ മുതലയാണോ? ഇല്ല, പക്ഷെ നമ്മളൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും പിടിച്ചത് ഒരേ മുതലല്ല. ഓരോരുത്തരുടെ പ്രശ്നം വേറെ വേറെ ആയിരിക്കും അല്ലേ? പ്രശ്നമില്ലാത്ത ആരും ഇല്ലല്ലോ. ഇല്ല, ഓരോരുത്തരും ഓരോ മുതല കടിച്ചിട്ടുണ്ട്. ചിലർക്ക് കല്യാണം കഴിച്ചില്ലാണ് പ്രശ്നം, ചിലർക്ക് കഴിച്ചതാണ് പ്രശ്നം, ചിലർക്ക് കുട്ടിയായില്ല, ചിലർക്ക് കുട്ടിയായി പ്രശ്നം, ഇങ്ങനെ ജോലി കിട്ടിയില്ല, ചിലർക്ക് ജോലി കിട്ടിയത് പ്രശ്നം, സ്ഥലം വാങ്ങിയത് പ്രശ്നം, വാങ്ങാത്തത് പ്രശ്നം, കൊടുത്തത് പ്രശ്നം, ഇങ്ങനെ മുതലെല്ലാവരും കടിച്ചിട്ടുണ്ട്. ദുഃഖമാകുന്ന മുതല അതെല്ലാവരും കടിച്ചിട്ടുണ്ട്. ആ ദുഃഖം ചിലപ്പോൾ ഓരോന്ന് വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ദുഃഖം നീങ്ങനെ ഒറ്റ വഴിയുള്ളൂ, അജ്ഞാനം ഇല്ലാണ്ടാവലാണ്. അപ്പോൾ ശരിക്കും കടിച്ച മുതല അജ്ഞാനമാണ്. അത് നീങ്ങല്ലാണ്ട് വേറെ വഴിയില്ല. തൽക്കാലം ഇവിടെ പരിഹരിച്ചുകൊണ്ട് കാര്യമില്ല. വേറൊരു മുതല വീണ്ടും നോക്കി നിൽക്കുന്നുണ്ട്. ഈ മുതലയുടെ പിടിച്ച് രക്ഷപ്പെട്ട് നേരെ പോകുന്നത് അടുത്ത മുതലയുടെ വായയ്ക്കാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം ഇനിയൊരു മുതലയുടെ പിടിയിൽ ഞാൻ പെടരുത് ഭഗവാനെ, അതാണ് എനിക്ക് പ്രാർത്ഥന. അതുകൊണ്ട് ഈ മുതലയുടെ പിടിയിൽ രക്ഷപ്പെടണം എന്നല്ല, പിന്നെ എന്താ ആഗ്രഹം? ആത്മലോകാവരണസ്യ മോക്ഷം. ഇനി എനിക്ക് വേണ്ട, ഇനി എനിക്കൊരു മുതലയുടെ പിടിയിലും പെടണ്ട, അങ്ങനെ അനുഗ്രഹിക്കണം എന്നാണ് ആര് പറഞ്ഞത്? അതാണ് ഗജേന്ദ്രൻ്റെ പ്രാർത്ഥന. ഏതായാലും ഭഗവാൻ അദ്ദേഹത്തെ രക്ഷിക്കണം എന്ന് ഉറപ്പിച്ചു. കാരണം ഇങ്ങനെയൊക്കെ സ്തുതിക്കുമ്പം ഇത്രയൊക്കെ വിചാരം ചെയ്യുന്ന ആൾക്ക് അനുഭൂതി കൊടുക്കണ്ടേ? ഒരു ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പം ആത്മവിചാരം ചെയ്ത് ആ അനുഭൂതി നേടി എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഥയുടെ താല്പര്യം. അതാണ് താല്പര്യം, അതാണ് വർണ്ണിക്കുന്നത്. ദുഃഖം വന്നാലും ദുഃഖത്തിൽ നല്ലോണം ശ്രദ്ധിച്ചാൽ എന്തുണ്ട്? ദുഃഖത്തിലൊരു രസമുണ്ട്. നോക്കിയില്ല? ഇതൊക്കെ നല്ലോണം കണ്ട് നോക്കുമ്പോൾ ഇതിലൊരു ലഹരി ഉണ്ട്. അതല്ലേ നമ്മൾ ദുഃഖിക്കുന്നത്. നമ്മൾ ദുഃഖമുള്ള സിനിമയൊക്കെ കാണാറില്ലേ? എന്തിനാ അത് അതിലൊരു എന്തുണ്ട്? അത് നല്ലോണം ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും എന്താണെങ്കിലും നല്ലോണം അങ്ങോട്ട് ആഴത്തിൽ നിരീക്ഷിച്ചാൽ അതിൻ്റെ പിന്നിൽ ആരുണ്ട്? അതിൻ്റെ പിന്നിലൊരു സ്ക്രീൻ, അതിൻ്റെ പിന്നിലൊരു ഭഗവാൻ ഉണ്ട്, ഭഗവാന്റെ ഒരു പുഞ്ചിരി ഉണ്ട്. അതുകൊണ്ടാണ് സ്വാമി രാമതീർത്ഥൻ പറയും ദുഃഖം ഭഗവാന്റെ പ്രണയലേഖനാണെന്ന്. ലേഖനം അങ്ങനെ വായിച്ച് അവസാനം നോക്കുമ്പം ഗുരുവായൂരപ്പൻ്റെ ഒപ്പ് കാണാം. ആ ഒപ്പ് വരെ നമ്മൾ വായിക്കില്ല, നമ്മൾ ലേശമൊക്കെ നോക്കിയിട്ട് മാറ്റി വയ്ക്കണോണ്ടാണ് കുഴപ്പം. അത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കും. അത് ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും. എന്തായാലും ഭഗവാൻ അവിടേക്ക് വരികയാണ്. ഗജേന്ദ്രൻ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് പുറപ്പെട്ടു. ഏതു ഗരുഡൻ? അതിവിടെ എടുത്തു പറഞ്ഞു. ഛന്തോമയേന ഗരുഡേന. ഇതിനപ്പം അങ്ങനെ പറഞ്ഞത്? ഛന്തസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം, വേദം എന്നാണ് അർത്ഥം. വേദമാകുന്ന ഗരുഡൻ്റെ പുറത്ത് വന്നു അജ്ഞാനമാകുന്ന മുതലയെ ഇല്ലാതെയാക്കാൻ. മുതലജ്ഞാനമാണ്. അജ്ഞാനം ഇല്ലാണ്ടാക്കാൻ ജ്ഞാനത്തിനെ സാധിക്കുള്ളൂ. അപ്പം ജ്ഞാനമാകുന്ന ഗരുഡൻ്റെ പുറത്താണ് ഭഗവാൻ വന്നത് എന്നുള്ളത് വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അറിയുന്ന ആൾക്ക് മനസ്സിലാവട്ടെ. ഈ വക തത്വങ്ങളൊക്കെ ഗ്രഹിക്കണം താല്പര്യമുള്ളവർ മനസ്സിലാക്കട്ടെ എന്നാണ് വ്യാസരുടെ ഒരു രീതി. ഭഗവാൻ ശങ്കചക്ര ഗദാധാരിയായിട്ട് വന്നു. ഛന്തോമയേന ഗരുഡേന സമുഹ്യമാനശ്ചക്രായുധോഭ്യഗമദാശു യതോ ഗജേന്ദ്ര സോന്തസരസ്യുരുബലേന. ഗജേന്ദ്രന് മനസ്സിലായി ആളെത്തിയിട്ടുണ്ടെന്ന്. കളത്തിലുള്ള തുളസിയുടെ മാലയുടെ ഗന്ധം, പാദ തുളസിയുടെ ഗന്ധം, കളഭത്തിൻ്റെ ഗന്ധം മനസ്സിലായി. ഭഗവാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൈയൊഴിഞ്ഞു. പക്ഷേ ഭഗവാൻ എന്നെ വിട്ടിട്ടില്ലല്ലോ. ആശ്രയിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ രക്ഷിക്കാണ്ടിരിക്കില്ല. അത് ബോധ്യമായി. എന്നാലും അങ്ങനെ ഭഗവാൻ വന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഒരു താമര നേരത്തെ കണ്ടിട്ടുണ്ട്, കുറേ താമര ഉള്ളതായിട്ട്. ഇപ്പം കണ്ണൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ്, ഒന്നും കാണുന്നില്ല. എന്നാലും ആ ഭാഗത്ത് ഉണ്ടാവുമായിരിക്കും എന്നുള്ള മട്ടിൽ അദ്ദേഹം തപ്പി നോക്കി. ഒന്നുമില്ല, ഒക്കെ കൊടുത്തുവേ. ഒക്കെ പിടിയാനുകൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും വേണ്ടായിട്ടും കൊടുത്തു. കുറേ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചോദിക്കാത്തത് കിടക്കട്ടെ. ഇങ്ങനെ നാമം ജപിക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. അതന്നെ അതാണ് ഗജേന്ദ്രൻ്റെ കഥ. അപ്പം ഇങ്ങനെ കുറേ അങ്ങോട്ട് കൊടുത്തു. ഇപ്പം ഭഗവാൻ വന്ന സമയത്ത് കൊടുക്കാൻ
ഒരു താമര പോലും കാണുന്നില്ല. ആകെ സങ്കടമായി. ഇയാളുടെ പരിഭ്രമമൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇപ്പം അത്ര തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു താമര താൻ തന്നെ കൊടുക്കാം എന്ന് കരുതി. തൻ്റെ കയ്യിലൊരു താമര ഉണ്ടല്ലോ, ആരെങ്കിലും ആവശ്യക്കാരൻ്റെ കൊടുക്കാൻ കരുതിയിട്ടാണ്. തനിക്ക് തരണം മോഹമുള്ളവർക്ക് അങ്ങോട്ട് തന്നെ കൊടുത്ത് ഇങ്ങോട്ട് തന്നെ വാങ്ങല്ലേ. ഭഗവാൻ ദേഹം അറിയാണ്ട് അതങ്ങോട്ട് ഒഴുക്കി വിട്ടു. വേഗം അന്വേഷിച്ച സമയത്ത് അതങ്ങോട്ട് കിട്ടി. ആവൂ, തൻ്റെ തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്നാലും വിചാരിച്ചു. അല്ല, ഭഗവാൻ്റെയാണ്. ഭഗവാൻ പിന്നെ അത് ബോധിപ്പിക്കണമെന്നൊന്നുമില്ല. തൻ്റെ അല്ല കേട്ടോ, എടോ എൻ്റെ ആണേ എന്നൊന്നും അങ്ങനെയൊന്നും ഭഗവാനല്ലേ. എന്തോ കാണിക്കട്ടെ, സമാധാനം സന്തോഷമല്ലേ, അത്രയേ ഉള്ളൂ. സോന്തസ്സരസ്യുരുബലേന ഗൃഹീത ആർത്തഹ. മനസ്സ് സമർപ്പിക്കണം, അതാണ് ആഗ്രഹം അയാൾക്ക്. കൂട്ടത്തിലൊന്ന് വെക്കണമെന്നേ ഉള്ളൂ, അതാ വേണ്ടത്. എന്തെങ്കിലും ഒരു ദ്രവ്യത്തിൻ്റെ കൂടെ എന്താ ചെയ്യണത്? നമ്മൾ മനസ്സാണ് സമർപ്പിക്കണത്. ഗൃഹീതാർത്തോ ദൃഷ്ടുവ ഗരുത്മതി ഹരിം ഖ ഉപാത്തചക്രം നാരായണ ഉത്ക്ഷിപ്യസാംബുജകരം ഗിരമാഹ കൃച്ഛ്രാത് നാരായണ. അങ്ങനെയൊക്കെ ആന വിളിക്കുമോ? ആന ചിഹ്നം വിളിക്കില്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ വരുമോ? നാരായണ ഉള്ളിലുണ്ട്. ആണ് അഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ. നാരായണൻ എന്നാണ് വിളിച്ചത്. നാരം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തെക്കുറിച്ച് ഉള്ള അറിവിനെയാണ് നാരെന്ന് പറയുക. ഗുരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അഖില ഗുരോ. എന്തിനാ അങ്ങനെ വിളിച്ചു? ഇതിന് ഇനിയിപ്പോൾ കുറേ ദിക്കിൽ പലതും വിളിക്കുന്നുണ്ട്, അവിടെ നീ വിളി കാണില്ല. ഇതിപ്പോൾ കുറച്ച് മുമ്പ് കുന്തിദേവി വിളിച്ചിട്ടുണ്ട് തന്നെ, യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇപ്പോൾ ഗജേന്ദ്രൻ വിളിക്കുകയാണ് അഖില ഗുരോ. എന്താ ഗുരു എന്ന് വിളിച്ചത്? അജ്ഞാനം ഇല്ലാണ്ടാക്കാൻ വരുന്നവനെ പിന്നെ എന്താ വിളിക്കേണ്ടത്? തന്നെ മുതലൊക്കെ അടിച്ചിട്ടില്ലടോ എന്ന് പഠിപ്പിക്കാൻ വരികയാണ്. അടിച്ചു തോന്നിയതാ, അതില്ലാണ്ടാക്കാൻ വരുന്ന ആളല്ലേ. അതുകൊണ്ട് അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭഗവാന്റെ നേരെ ആ താമര നീട്ടി. ഭഗവാൻ ആ താമര സ്വീകരിച്ചു. ആണ് ഹൃദയം സ്വീകരിച്ചു എന്നർത്ഥം. ഭഗവാനിൽ ഹൃദയം സമർപ്പിച്ചാൽ, മനസ്സ് സമർപ്പിച്ചാൽ പിന്നെ ഭഗവാൻ. മനസ്സല്ലേ നമ്മളെ ബുദ്ധിമുട്ടിക്കണത്, അല്ലേ? ശരീരമാണോ? ശരീരം നമുക്ക് ബുദ്ധിമുട്ടല്ല, അത് മനസ്സിനെ ബാധിച്ചാലേ ബുദ്ധിമുട്ടാവുള്ളൂ. പ്രശ്നമൊക്കെ എന്താണ്? മനസ്സ് മാത്രമാണ് പ്രശ്നം. ആ മനസ്സിനെ കുറച്ച് നേരത്തേക്ക് മാറ്റി നിർത്താൻ പറ്റിയാൽ അത്ര നേരം നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും. അവൻ ഉറങ്ങുമ്പോൾ എത്ര സുഖം. അതല്ലേ വല്ല കച്ചേരിയും കേൾക്കണം, അത് കേട്ടൊന്ന് ലയിച്ച് കിട്ടിയ പിന്നെ അത് ഓഫാവണം വരെ അങ്ങനെ ഇരിക്കുക. അതങ്ങോട്ട് പോയാൽ പിന്നെയും ഇനി ആ കച്ചേരിയിൽ വല്ല വരിയും മറ്റൊക്കെ നമുക്ക് വിഷമമുള്ള വിഷയമാണെങ്കിൽ പിന്നെയും അങ്ങോട്ട് പോകും. ആണ് അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അർത്ഥം, മനസ്സൊന്ന് മാറ്റി നിർത്താൻ പറ്റിയാൽ സുഖമായി. ആ മനസ്സ് ഭഗവാന് കൊടുത്താൽ രക്ഷപ്പെട്ടു എന്നർത്ഥം. ആ മനസ്സും ഭഗവാനും ഒന്നായി എന്ന് പറഞ്ഞാൽ മനസ്സ് ബോധത്തിൽ ലയിച്ചു. പിന്നെ പൊന്തില്ല, പിന്നെ മനസ്സില്ലാത്തൊരവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. പിന്നെ സമാധാനം മാത്രം, ശാന്തി മാത്രം, ഒന്നും അറിയില്ല, ഒരു ദുഃഖവും. അതാണ് ഇവിടെ അനുഭവിച്ചത്. ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് താല്പര്യം, പുഷ്പം എന്ന് പറഞ്ഞാൽ താമര എന്ന് പറഞ്ഞാൽ മനസ്സാണ് ഭഗവാന് സമർപ്പിച്ചത്. അതോടുകൂടി ആ ഗജേന്ദ്രൻ്റെ ദുഃഖം തീർന്നു എന്നാണ്. ഒരു ജീവൻ ദുഃഖം തീരണമെങ്കിൽ ധർമ്മം അനുഷ്ഠിച്ച്, നേരത്തെ പറഞ്ഞ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് എന്ത് ചെയ്യണം? ഇതുപോലെ ആ തടാകത്തിൽ താമരത്തണ്ടൊക്കെ പൊട്ടിച്ച് കഴിച്ചോളൂ. അത് നിവേദിച്ച് കഴിക്കുക. അതാണ് സ്വയംഭൂവന് പറഞ്ഞത്. കഴിക്കണ കുഴപ്പമൊന്നുമില്ല, ഭഗവാനെ കൊടുത്തിട്ട് കഴിച്ചോളൂ. അങ്ങനെ ഒരു വിനയത്തോടെയൊക്കെ കഴിച്ച് മെല്ലെ മെല്ലെ എനിക്ക് ഈശ്വരനെ അറിയലാണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അതിലേക്ക് സഞ്ചരിച്ച് അവിടെ എത്തണം. എന്നിട്ടേ മരിക്കാവൂ, എന്നിട്ട് ശരീരം ത്യജിക്കാവൂ. അതല്ലാണ്ട് പോയാൽ ഇനിയും വരേണ്ടി വരും, പിന്നെയും മുതല കടിക്കും. ഈ പ്രയാസം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഭഗവാൻ അദ്ദേഹത്തെ പ്രാരബ്ധമാകുന്ന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചു, തനിക്ക് സമനാക്കി എന്ന് പറഞ്ഞാൽ ഭഗവാനായി മാറി എന്നർത്ഥം. അദ്ദേഹം അതാണ് താല്പര്യം. ആരാണ് ആ മുതലാതെ ചോദിച്ചു. അദ്ദേഹം ആ ഊഹു എന്ന് പേരായിട്ടുള്ള ഗന്ധർവനാണ്. അദ്ദേഹം തൻ്റെ കൂടെയുള്ള കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്. ഇയാൾ എന്ത് തമാശ കാണിച്ചാൽ അവരിങ്ങനെ വെറുതെ ചിരിക്കാൻ കുറേ പേര്. അങ്ങനെ ഈ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഋഷി ദേവല മഹർഷി തപസ് ചെയ്യുക, വെള്ളത്തിലിരുന്ന് അങ്ങനെ തർപ്പിക്കുകയാണ് അദ്ദേഹം. ഇയാൾ ഊളിട്ട് വന്ന് അദ്ദേഹത്തെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. പലതവണ അത് ആവർത്തിച്ചപ്പോൾ അദ്ദേഹം ശപിച്ചു. ഇങ്ങനെയൊരു സ്വഭാവം അതെനിക്ക് ഇഷ്ടച്ച താൻ മുതലേ ആവട്ടെ, സൗകര്യം ഉണ്ടല്ലോ, നല്ലൊരു ശരീരം കിട്ടി, ഭഗവാന്റെ നാമം ജപിക്കില്ല, പ്രദക്ഷിണം വയ്ക്കില്ല, ഒന്നുമില്ല. എന്നാ പിന്നെ ഇതാണ് ശീലെങ്കിൽ ഇയാൾക്ക് സൗകര്യമായിട്ട് എന്തായിക്കോട്ടെ, മുതലേ ആവട്ടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടു. അയ്യോ അത് വിഷമായി, അത് പറ്റില്ല കേട്ടോ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ശാപമോക്ഷം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ ഭക്തിയോടുകൂടി ഏതെങ്കിലും ഭക്തൻ്റെ കാല് പിടിക്കുക. ഇപ്പം പിടിച്ചത് ഭാര്യ ഉണ്ടായത്, പിടിക്കല്ല. ദേവനും വിചാരിച്ചു ദേവല മഹർഷി കാല് പിടിക്കാൻ ആശ്രയിക്കും, നല്ല അടുത്തെത്തി പിടിച്ചങ്ങോട്ട് വലിച്ചപ്പെടാൻ മനസ്സിലായത് ഭാര്യയെന്ന്. അതുകൊണ്ട് ഇനി സാത്വിക ബുദ്ധിയോടുകൂടി ആശ്രയിച്ചാൽ നേരെയാവും. അതാണ് പ്രായശ്ചിത്തം പറഞ്ഞത്. അങ്ങനെ ഒരു ഭക്തനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. തടാകത്തിലൊരു ഭക്തൻ വന്നു. ഗജേന്ദ്രൻ
ആശ്രയിച്ചതാണ് ആര്? ആ മുതല. അങ്ങനെയാണ് ആ മുതലയ്ക്ക് മോക്ഷം കൊടുത്തത്. നമ്മളോടുള്ള പാഠം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഗജേന്ദ്രനാവാൻ നോക്കുക, ഇനി അത് പറ്റിയില്ലെങ്കിൽ ആ മുതലയാവാനെങ്കിലും നോക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പറ്റെങ്കിൽ നേരിട്ട് ഭഗവാനെ ആശ്രയിക്കുക. ഇനി അത് പറ്റിയില്ലെങ്കിൽ ആശ്രയിച്ചവരെ ആശ്രയിച്ചാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാമെന്നർത്ഥം. നമുക്ക് ഇലക്ട്രിക് കമ്പി പിടിക്കണം എന്നുണ്ട്, ഷോക്ക് അടിക്കണം എന്ന് മോഹമുണ്ട്. അങ്ങനെ മോഹമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയല്ല. എന്നാലും നമുക്ക് വിചാരിക്കാം അങ്ങനെ മോഹമുണ്ട്, അത് പിടിക്കാൻ അങ്ങോട്ട് എത്തണമില്ല. വഴിയുണ്ട്. എന്താ വഴി? അത് പിടിച്ചവരെ പിടിച്ചാലും ഷോക്ക് അടിക്കും. നമുക്ക് ഇപ്പോൾ ഷോക്ക് അടിച്ചാൽ പോരെ. അപ്പം അതുകൊണ്ട് പിടിച്ചവരെ പിടിച്ചാലും മതി എന്നർത്ഥം. മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. പിന്നീട് 6ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ ദേവന്മാർക്ക് അമൃത് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ആ ചോദ്യം. ദേവന്മാർക്ക് എന്തിനാ അമൃത് കൊടുത്തു? ദേവന്മാരും അസുരന്മാരും ഒരുപോലെ മനക്കെട്ടിട്ട് ദേവന്മാർക്ക് മാത്രം അമൃത് കൊടുക്കുക പറഞ്ഞത് അന്യായമല്ലേ? വിഷ്ണു ഭഗവാൻ അന്യായം കാണിച്ചില്ലേ? ഇതാണ് പരീക്ഷത്തിലെ ചോദ്യം. യുക്തിവാദ്യ ചെറുപ്പക്കാരങ്ങനെയാണ്, അങ്ങനെ ചോദിക്കും. എന്താ ഭഗവാൻ അങ്ങനെ ചെയ്തു? അപ്പോൾ അവിടെ ഉത്തരമായിട്ട് പറയണത് നിർമ്മമന്ധാജിത സ്വയം അല്ല പരീക്ഷത്തെ. അവിടെ ദേവന്മാരും അസുരന്മാരും ഒന്നും ചെയ്തില്ല, ചെയ്തതൊക്കെ ഭഗവാനാണ്. എന്താണ്? അവൻ പിന്നൊന്നും ചെയ്യാനില്ലല്ലോ. അവിടെ ആരാ ചെയ്തത്? അവിടെ നിർമ്മമന്ധ എന്ന് പറഞ്ഞാൽ കടഞ്ഞു. ആര്? അജിതഹ. ആരാ അജിതൻ? ഭഗവാന്റെ പേരാണ്. ഒരിക്കലും ജയിക്കാൻ പറ്റില്ല അയാളെ, അതുകൊണ്ടാണ് അജിതൻ. അജിത സ്വയം. ഭഗവാൻ ഒറ്റയ്ക്കും കണ്ട് കടഞ്ഞു. അപ്പം ഫലമാർക്കാം? അത് ഭഗവാനല്ലേ. ദേവന്മാർ വിചാരിച്ചു അവർ കടയാന്ന്. അവരെന്തോ അങ്ങനെ പിടിക്കണമൊക്കെ ഉണ്ട്, ശരിയാ. അവർ വലിക്കണമൊക്കെ ഉണ്ടുള്ളത് ശരിയാണ്. നമ്മളെപ്പോലത്തെ നമ്മളിങ്ങനെ മൈക്കിന് മുന്നിൽ ഇരിക്കണമൊക്കെ ഉണ്ടുള്ളത് ശരിയാ. പക്ഷെ പറയണത് താണെന്ന് വിചാരിച്ചാൽ തെറ്റി ആണ്. കേൾക്കണത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കും തെറ്റി ആണ്. അല്ല, നമ്മൾ വിചാരിക്കണം നമ്മൾ പറയണത് നിങ്ങൾ കേൾക്കുന്നു. അല്ലല്ല, രണ്ട് ഭാഗത്തും ആര് കളിക്കുന്നുണ്ട്? അത് ഭഗവാനാണ് ചെയ്യണത്. അപ്പോൾ ഫലമാർക്കാം? ഭഗവാൻ എന്നുള്ളത് നമ്മളറിയണം. ഇത് തെറ്റിപ്പോയി എന്നാണ്. അവർ വിചാരിച്ച് അവരാണ് കടയണതെന്ന് വിചാരിച്ചു. അല്ല, ഭഗവാനാണ് കടഞ്ഞത്. നമ്മുടെ ഈ ജീവിതം അത് ഭഗവാനെ ആശ്രയിച്ചാൽ വിഷമില്ലാണ്ട് കഴിയാം. ഹരിസ്മൃതി സർവ വിപത് വിമോക്ഷണം. ഇതാണ് ഈ സ്കന്ധത്തിൻ്റെ താല്പര്യം. ഭഗവാനെ സ്മരിച്ചാൽ പിന്നെ അയാൾക്ക് ആപത്തില്ല, ആപത്തിന് രക്ഷപ്പെടാൻ സാധിക്കും, അതിലൊരു സംശയമില്ല എന്ന് കാണിക്കാനാണ് ഈ കഥകൾ. പാലാഴി മഥനം അവിടെ കടഞ്ഞത് ഭഗവാനാണെങ്കിൽ ആ അമൃത ആർക്ക് അവകാശപ്പെട്ടതാ? ഭഗവാൻ അവകാശപ്പെട്ടത്. അത് ഭഗവാൻ ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്താൽ അത് കുറ്റം പറയാനുണ്ടോ? അല്ല, അത് കുറ്റം പറയാം. പിന്നെന്ത് ചെയ്യും? ഭഗവാന് കിട്ടിയത് ഭഗവാൻ എന്ത് ചെയ്യും? ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ദേവന്മാർക്ക് കൊടുത്തു. ഭഗവാന് തോന്നിയത് ദേവന്മാർക്ക് അത് കൊടുക്കണം തോന്നി കൊടുത്തു. അസുരന്മാർക്ക് അവർക്കും പരാതിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ സമയത്ത്. അസുരന്മാർക്കും പരാതിയൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? അവർക്ക് വേണ്ടത് അവർക്കും കൊടുത്തു. അതിലെന്താ കുഴപ്പം? അവർക്ക് മദ്യം വേണ്ട വെച്ചാൽ മദ്യം കൊടുത്തു, ഇവർക്ക് അമൃത് വേണിച്ചാൽ അമൃത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഭാഗവതം വേണ്ടവർക്ക് ഭാഗവതം കൊടുത്തു. അല്ലാത്തവർക്ക് എന്താ വെച്ചാൽ അവർക്ക് വേണ്ടത് കൊടുക്കും. ഇതൊക്കെ താല്പര്യമുള്ളവർക്കല്ലേ കൊടുക്കണ്ടോ? അല്ലേ? എല്ലാവർക്കും ഭാഗവതം കൊടുക്കണോ? ആണോ? അത് വേണ്ട. അത് ആവശ്യക്കാർ ചോദിച്ചു ചെല്ലും, അവർക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ശരി, എന്നാലും കഥ പറയാം. ദേവന്മാർക്ക് ശാപം കിട്ടിയല്ലോ, ദുർവാസാവിൻ്റെ ശാപം ഒക്കെ പ്രസിദ്ധമാണ് ആ കഥയൊക്കെ. ദുർവാസാവ് ശപിച്ചു. ശപിക്കാനുള്ള കാരണമൊക്കെ നമുക്കറിയാം. വിനയമില്ല എന്നാണ്. ദേവന്മാർക്ക് വിനയമില്ല. ഇന്ദ്രനാണ് ആ ഒരു അഹങ്കാരം കാണിച്ചത്. പക്ഷേ ദുർവാസാവ് നോക്കിയപ്പം ഇന്ദ്രന് മാത്രമല്ല ഈ പ്രശ്നം, ഇത് ഈ ഇവരുള്ളവർക്കൊക്കെ ഉണ്ട്. ദേവന്മാർക്ക് മുഴുവൻ ഈ പ്രശ്നമുണ്ട്, കുറച്ചൊരു അഹങ്കാരമുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് ശപിച്ചാൽ എങ്ങനെ ശപിക്കണം? ഇനി അഹങ്കാരം ഉണ്ടാവരുത്. ഇവർക്ക് അഹങ്കാരം ഉണ്ടാവാൻ കാരണം എന്താ? അത് ഐശ്വര്യമാണ്. എന്താണ്? അപ്പോൾ എന്താ ശപിക്കേണ്ടത്? ഐശ്വര്യം ഇല്ലാണ്ടേ ആവട്ടെ. അപ്പോൾ ഒന്ന് പഠിക്കും. അങ്ങനെ നിശ്രീകാഹ ഭവന്തു, ഐശ്വര്യം ഇല്ലാണ്ടേ ആവട്ടെ എന്ന് ശപിച്ചു. ഇല്ലാണ്ടേ ആവട്ടെ എന്നല്ല, ഐശ്വര്യമൊക്കെ പാലാഴി പോയി മുങ്ങട്ടെ. അങ്ങനെ ഐശ്വര്യമൊക്കെ എവിടേക്ക് പോയി? യൗവനം ഐശ്വര്യത്തിൻ്റെ ഭാഗ അത് പോയി. പിന്നെ അപ്സരസ്ത്രീകൾ ഐശ്വര്യത്തിൻ്റെ ഭാഗ പോയി. പാരിജാതം ഐശ്വര്യത്തിൻ്റെ ഭാഗ പോയി. ഐരാവതം ഐശ്വര്യത്തിൻ്റെ ഭാഗ അതൊക്കെ പോയി. എവിടേക്ക് പോയി? പാലാഴിക്ക്. പ്രധാനമായിട്ടുള്ളത് അമൃത്. അതാണ് ജീവിത ലക്ഷ്യം തന്നെ. താൻ മരിക്കാത്തവനാണ് എന്ന സത്യം അറിയാം. അതിന് ഈ ശരീരം കൂടിയേ തീരും. ഈ മനസ്സും ബുദ്ധിയൊക്കെ ആവശ്യമാണ്. എന്ത്? താൻ മരിക്കാത്തവനാണെന്ന് അറിയാൻ ഇത് ആവശ്യമാണ്. അതാ വേണ്ടത്, അതറിയാനാണ് ശ്രമിക്കേണ്ടത്. ഏതായാലും അങ്ങനെ പാലാഴി പോട്ടെന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ ദേവന്മാർ ബ്രഹ്മാവിനെ ആശ്രയിച്ചു. ബ്രഹ്മാവും ദേവന്മാരും വിഷ്ണു ഭഗവാന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. ശരി, പാലാഴി കടഞ്ഞാൽ തിരിച്ചു കിട്ടില്ലേ ഐശ്വര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പാലാഴി കടഞ്ഞാൽ കിട്ടായല്ല, പക്ഷെ ഞങ്ങൾക്ക് അത് സാധിക്കില്ലല്ലോ. ഞങ്ങൾക്ക് പണ്ടത്തെ ആരോഗ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ശാപം കിട്ടിയതിന് ശേഷം ആകെ ക്ഷീണിച്ചും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പാലാഴി കടയുക പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഞങ്ങളെ സംബന്ധിച്ച്. ഭഗവാൻ പറഞ്ഞു, എളുപ്പമല്ലെങ്കിൽ ശക്തിയുള്ളവരായിട്ട് സന്ധി ചെയ്യുക. തനിക്ക് പറ്റണില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമുക്ക് പറ്റാത്തൊരു കാര്യം വെച്ചാൽ പറ്റുന്ന ആളോട് ചോദിച്ചിട്ട് ചെയ്യില്ലേ? പരസ്പരം സഹകരിക്കല്ലേ വേണ്ടത്. അന്ധപങ്കുന്യായം എന്നൊക്കെ പറയും.
കണ്ണ് കാണാത്ത ആളും കാലിന് വയ്യാത്ത ആളും ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. രണ്ടു പേർക്ക് എത്തണം. എന്താ ഇപ്പോൾ ചെയ്യുക? കോഴിക്കോട്ടേക്ക് എത്തണം, അല്ലെങ്കിൽ എവിടെ ചാവക്കാടോ തൃശ്ശൂരോ എത്തണം. രണ്ടു പേർക്കും എത്തണം എന്ന് ആഗ്രഹമുണ്ട്. രണ്ടുപേരും അങ്ങനെ രണ്ടറ്റത്തിരിക്കുക വെച്ചാൽ സാധിക്കും. നേരെ മറിച്ച് അവർ നമ്മൾ കണ്ട് വർത്തമാനമൊക്കെ കണ്ടില്ലെങ്കിലും വർത്തമാനമൊക്കെ കണ്ണ് കാണാൻ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾ അങ്ങനെ അവിടെ ആരോ ഇരിക്കേണ്ട മനസ്സിലാക്കി അങ്ങനെ വന്ന് വർത്തമാനമൊക്കെ അപ്പോൾ തനിക്കും കണ്ടാൽ പോകണ്ടു. എനിക്ക് തൃശ്ശൂർക്കാ, എനിക്കും തൃശ്ശൂർക്കാടോ. തൻ്റെ പ്രശ്നം എന്താ? എനിക്ക് കാലിന് വയ്യ, നടക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. തൻ്റെയോ? എനിക്ക് കണ്ണ് കാണില്ല. എന്നൊരു കാര്യം ചെയ്യൂ, കണ്ണ് കാണാത്ത ആൾ പറയാം, താൻ എൻ്റെ പുറത്തോട്ട് കയറിക്കോളൂ. എന്നാലോ എനിക്ക് കണ്ണ് കാണുള്ളൂ, താൻ അങ്ങോട്ട് പറഞ്ഞാൽ മതി, അങ്ങോട്ടാ പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിച്ച് നടക്കാം. പോരെ? രണ്ടുപേരും എവിടെ എത്തി? ഇത് രണ്ടുപേരും ഉണ്ടാണ്ടിരുന്നാൽ എവിടെ എത്തില്ല. ഇതാണ് ന്യായം. അപ്പോൾ അവനവന് കഴിവ് ഇല്ലെങ്കിൽ കഴിവുള്ളവരായിട്ട് കൂട്ടുകൂടുക. എന്നിട്ട് അയാൾക്ക് എന്തല്ലാത്ത വെച്ചാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പറ്റിയും കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ലക്ഷ്യത്തിലെത്താൻ പറ്റും. നിങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ ശക്തിയുള്ളവരായിട്ട് കൂട്ടുകൂടുക. അസുരന്മാരുണ്ടല്ലോ, സഹോദരന്മാരല്ലേ, ഒരച്ഛൻ്റെ മക്കളല്ലേ, എഴുത്തിയനിയത്തി മക്കളല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തമ്മിൽ പണ്ടേ അങ്ങനെയൊക്കെ അറിയില്ലേ? എനിക്കറിയായൊന്നുമില്ല. അത് എത്ര കാലിച്ചിട്ടപ്പോൾ ഈ സ്വഭാവമൊക്കെ കുറച്ച് മാറണ്ടേ? അതുകൊണ്ട് അമൃതിൻ്റെ കാര്യത്തിനല്ലേ സന്ധി ചെയ്യൂ. ശരി, ആലോചിക്കാം. പിന്നെ കടകോല് വേണ്ടേ? അത് മന്ദരപർവ്വതം എടുക്കാമല്ലോ. കെട്ടാൻ കയറ് വേണ്ടേ? അത് പറഞ്ഞു നോക്കാം. മമ്മിയൂരപ്പം തരാണ്ടിരിക്കൊന്നുമില്ല. ഗുരുവായൂരപ്പം പറഞ്ഞാൽ തരാണ്ടിരിക്കുക. അതൊന്നുമില്ല. അപ്പം അദ്ദേഹം വാസുകി പാമ്പിനെ തരാണ്ടിരിക്കില്ല. അത് കെട്ടാം. ശരി, നിങ്ങൾ ശ്രമിക്കൂ, എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഇതേ ഭഗവാൻ പറയുള്ളൂ. നിങ്ങൾ ശ്രമിക്കൂ, അപ്പം എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം അനുഗ്രഹമല്ല, നമ്മൾ അനുഗ്രഹം കാത്തിരിക്കുക. ആദ്യം ശ്രമിക്കൂ, ആദ്യം വായിക്കാൻ ശ്രമിക്കൂ. എന്നിട്ടെന്ത് പറയൂ? ഇത് വായിക്കൊന്നുമില്ല. എന്നിട്ട് ഭഗവാൻ വായിപ്പിക്കാൻ പറഞ്ഞിരുന്നാൽ ആദ്യം നമ്മൾ ശ്രമിക്കുമ്പം ആര് കൂടെ ഉണ്ടാവും? ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. നിങ്ങൾ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. ശരി, അവർ ചെന്നു, അവർ ശ്രമിച്ചു. പക്ഷേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവേ. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് അപ്പം നീന്താൻ പഠിക്കുമ്പം ആദ്യമൊക്കെ പ്രയാസമല്ലേ? എന്തും അങ്ങനെയാണ്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നെ അതങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ വിഷമല്ലാണ്ടേ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ അവർ ആ പർവ്വതം എടുക്കാൻ പുറപ്പെട്ടു. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർക്കത് സാധിച്ചു. ആർക്ക്? ദേവന്മാർക്ക്. അസുരന്മാർക്ക് അപ്പോഴും അവർ ഭഗവാനെ ആശ്രയിക്കാനും പോയില്ല. അവർക്ക് പിന്നെ അമൃതനോടൊക്കെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തട്ടിയെടുക്കുക. അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ്. ആദ്യമേ കളവാ ഉദ്ദേശം, കൊടുക്കാണ്ടിരിക്കണം എന്നുള്ള ഉദ്ദേശമാണ്. നല്ല ഉദ്ദേശത്തിലല്ല സന്ധ്യ തന്നെ ചെയ്തത്. അതങ്ങനെ കഴിഞ്ഞു. ഇനി കെട്ടാനായിട്ട് വാസുകി പാമ്പിനെ കെട്ടി ചുറ്റി ഏത് ഭാഗം പിടിക്കേണ്ടതുള്ള സംശയമായി. ദേവന്മാർക്കാണ് സംശയം. കാരണം ദേവന്മാർക്ക് വയ്യ, തലഭാഗം പിടിക്കാൻ പറ്റില്ല എന്തായാലും. കാരണം ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ പാമ്പിൻ്റെ വിഷം എവിടെയാ? വാലിലോ? അത് തേളിന വാലിൽ വിഷം, വായലല്ലേ വിഷം. അപ്പോൾ ആ വിഷം ചീറ്റിക്കഴിഞ്ഞാൽ പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വാൽഭാഗം പിടിക്കാനേ പറ്റുള്ളൂ. അവർ വേഗം വാൽഭാഗം പിടിക്കാനായിട്ട് പുറപ്പെട്ടതും ഭഗവാൻ എന്ത് പറഞ്ഞു? അത് വേണ്ട, തലഭാഗം പിടിച്ചോളൂ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, വേണോ? തലഭാഗം പിടിച്ചാൽ ഞങ്ങളുടെ അവസ്ഥ അങ്ങേക്ക് അറിയില്ലേ? ഭഗവാൻ കണ്ണിറുക്കി കാണിച്ചു, പിടിക്കേണ്ടി വരുമൊന്നുമില്ല, അത് പോകേണ്ടി വരുള്ളൂ. അവിടെ എത്തുമ്പോഴേക്കും ഇതൊക്കെ ആകെ മാറും. എന്തായാലും അവരത് കേട്ട് നേരെ ഭഗവാന്റെ വാക്കും കേട്ട് തലഭാഗം പിടിക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേക്കും അസുരന്മാർക്കത് പിടിച്ചില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്ത് പിടിക്കണം? പാമ്പിൻ്റെ ചിലക്ക് അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ നരകം അധ്യായം വായിക്കണമല്ലേ തിരുമേനി? അപ്പം ഞാനധികം ഞാൻ തന്നെ വായിക്കാം, അങ്ങനെ പരാതിയില്ലല്ലോ. അല്ലേ എൻ്റെ അമ്മയെ കൊണ്ടോ അച്ഛനെ കൊണ്ടോ. അതാ എന്താ ചെയ്യും? ഭാഗവത്തിൻ്റെ മഹത്വം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ട് ആ പൊട്ട അധ്യായം ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കണവരുണ്ട്. എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നും. ഇത്രയൊക്കെ ആയിട്ടും എവിടെ എത്തിയില്ല, ഒന്നും മനസ്സിലാക്കിയില്ല എന്നർത്ഥം. ആ നരകം വായിക്കുന്ന ആൾക്ക് നരകം ഇല്ല എന്നാ ഫലശ്രുതി. ഒന്നാലോചിച്ച് നോക്കൂ. പക്ഷെ ഒന്നും അറിയണില്ല. എന്തോ ആവട്ടെ. അപ്പോൾ ഇതേപോലെ അതൊക്കെ അസുരന്മാരുടെ ഒരു രീതിയാണ്. അവർക്കതൊന്നും അത് അറിയണ ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾ തലഭാഗം പിടിക്കാൻ അങ്ങോട്ട് പോയിക്കോളൂ പറഞ്ഞു. അവർ പിടിക്കാൻ പുറപ്പെട്ടപ്പോഴേക്ക് അസുരന്മാരെന്ത് പറഞ്ഞു? ന ഗൃണ്ണീമോ വയം പുച്ഛം അഹേരംഗമംഗളം. ഈ പാമ്പിൻ്റെ വാൽഭാഗം പുച്ഛം പിടിക്കാൻ ഞങ്ങൾ പിടിക്കുകയെന്ന് വെച്ചാൽ അന്തസ്സുള്ളവരെ ഞങ്ങൾ തലഭാഗേ പിടിക്കുള്ളൂ. ഈ തലയുടെ കുഴപ്പമാർക്കറിയില്ല. എന്ത് ചെയ്യും? ഭഗവാൻ പറഞ്ഞു, അസുരന്മാർ പറഞ്ഞാൽ പിന്നെ ദേവന്മാരെ എങ്ങനെയാണ് അപ്പോൾ അത് കേൾക്കാണ്ടിരിക്കുക? അവരങ്ങോട്ട് പിടിച്ചോട്ടെ, അവർക്ക് സന്തോഷമായി. ഭഗവാൻ ആരുടെ ആളാ? നമ്മുടെ ആളാ എന്നൊക്കെ പറഞ്ഞാൽ അവരും നേരെ പോയി. അവർ പോയി തലഭാഗം പിടിച്ചു. ദേവന്മാർ പോയി വാൽഭാഗം പിടിച്ചു. രണ്ടു കൂട്ടർക്കും സന്തോഷമായി. ദേവന്മാർക്ക് സന്തോഷമായി, അവർക്ക് വാൽഭാഗമാണ് ആഗ്രഹം കിട്ടി. അസുരന്മാർക്ക് സന്തോഷമായി, അവർക്കെന്ത് കിട്ടി? അത് തലഭാഗം കിട്ടി. അവർക്ക് പേടിക്കാൻ, അവരെ ഈ പാമ്പ് ചീറ്റിയിട്ടൊന്നും കാര്യമില്ല. അവരങ്ങോട്ട് ചീറ്റിയ പാമ്പിന് വല്ലതും പറ്റും. അത്രയ്ക്ക് വിഷമമാണ് അവർക്ക്.
ഈ അസുരന്മാർക്ക് എന്നാണ്. അപ്പം അതുകൊണ്ട് അത് പ്രശ്നമില്ല, അവർക്കതൊന്നും ഒരു വിഷയമല്ല. ഏതായാലും അങ്ങനെ ഭാഗം വെപ്പ് കേമായി കടയാൻ പുറപ്പെട്ടു. പക്ഷേ ആ പർവ്വതം അവിടെ ഇവർ പിടിച്ച് വലിക്കണമെന്നില്ലേ, അങ്ങനെ എന്താ അനങ്ങാൻ, വാസുകി പാമ്പല്ലേ അനങ്ങുമോ, അതങ്ങനെ നിൽക്കുകയാണ്. ആ പർവ്വതം ആണ്ടങ്ങോട്ട് പോയി. വീണ്ടും ദേവന്മാരെ ആരെ ആശ്രയിച്ചു? ഭഗവാനെ ആശ്രയിച്ചു. അവർക്കാണ് ആവശ്യം. ഉടനെ ഭഗവാൻ കാച്ഛപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിം ഉജ്ജഹാര, ഒരു ആമയായിട്ട് വന്ന് ആണ്ടുപോണ പർവ്വതത്തെ തൻ്റെ പുറത്ത് വെച്ച് അങ്ങോട്ട് പൊന്തി. തൻ്റെ പുറത്ത് വെച്ച് ഈ പർവ്വതം കറങ്ങുന്ന സമയത്ത് ഭഗവാന് മേനയങ്ക കണ്ടൂയനം അപ്രമേയ, അപ്രമേയനായ ഭഗവാന് തൻ്റെ പുറത്താരോ ചൊറിയണത് പോലെ തോന്നിയുള്ളൂ. വലിയ പർവ്വതം തിരിയുക. ഭഗവാൻ കോട്ടുവായിട്ട് ഉറങ്ങി. അത് കഴിയുന്നവരെ ഒന്ന് വിശ്രമിക്കാൻ വിചാരിച്ചതാണ്. ഇത്രയും വലിയൊരു പർവ്വതം. അപ്പം ഭഗവാന്റെ ആ കേമത്തൊന്ന് ആലോചിക്കൂ എന്ന് പറയണം. അതിനാണ് ഇപ്പം ഈ ഒരു ഇത് പറയണത്. എന്തിനേ ഭഗവാൻ ആമയായിട്ട് വന്നു? അത് പർവ്വതം ഉയർത്താൻ എളുപ്പം ആമയായിട്ട് വരികയാണ്. ഓരോ അവതാരം എന്തിനെടുക്കണമെന്ന് വെച്ചാൽ ഏതാ സൗകര്യച്ചത് നോക്കുകയാണ്. ഭൂമിയെ കണ്ടെത്താൻ ഏറ്റവും എളുപ്പം പന്നിയായിട്ട് വരിക. അതാണ് അങ്ങനെ വന്നത്. സത്യവ്രതനെ രക്ഷിക്കാൻ ഏറ്റവും നല്ലത് മത്സ്യമായിട്ട് വരലാണ്. ഹയഗ്രീവനെ വധിക്കാനും ബ്രഹ്മാവിനെ അനുഗ്രഹിക്കാനും സൗകര്യം മത്സ്യം. അങ്ങനെ ഓരോ അവതാരവും ഏതാ സൗകര്യം നോക്കിയിട്ട് ബലിയെ അനുഗ്രഹിക്കാൻ വാമനായിട്ട് വരിക സൗകര്യമാണ്. ഇങ്ങനെ ഓരോന്നും സൗകര്യം നോക്കി വരികയാണ്. അപ്പം ആണ്ടുപോയ പർവ്വതത്തെ ഉയർത്താൻ ഭഗവാൻ ആമയായിട്ട് വന്നു. ആമയ്ക്ക് മാത്രമേ ഒരാളെ ഉയർത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഒരു വ്യംഗ്യമായിട്ട് പറയുകയാണ്. ആമ ഒരു സ്ഥിതപ്രജ്ഞനെ പോലെയാണ്, ഒരു യോഗിയെ പോലെയാണെന്ന് പറയും ആമ. ഗീതയിൽ കാണത് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. ഒരു യോഗി എങ്ങനെയായിരിക്കും കൃഷ്ണ എന്നാര് ചോദിക്കുന്നുണ്ട്? അർജുനൻ ചോദിക്കുകയാണ്. ഒരു ജീവൻ മുക്തൻ കൃഷ്ണ എങ്ങനെയായിരിക്കും? ആ ചോദ്യം തന്നെ അസ്ഥാനത്താട്ടോ. ആരുടെ ചോദിക്കണത്? ഒരു ജീവൻ മുക്തനോട് ചോദിക്കണമെന്ത്? ജീവൻ മുക്തനാണ് കൃഷ്ണൻ. ആ കൃഷ്ണനോട് ചോദിക്കുക ഒരു ജീവൻ മുക്തൻ എങ്ങനെയാണ്? കൃഷ്ണൻ എന്താ പറയേണ്ടത്? നമ്മളെ ചെന്ന് പറയും, എടോ ഇങ്ങോട്ട് നോക്കടോ അല്ലേ? നമ്മളതല്ലേ പറയാം. കൃഷ്ണ ഒന്ന് പറഞ്ഞല്ലേ? കൃഷ്ണൻ പറഞ്ഞു എന്തോ ആവട്ടെ, പറഞ്ഞിട്ട് മനസ്സിലാവില്ലല്ലോ, ഇയാൾക്ക് തന്നെ കണ്ടു തോന്നുന്നില്ല, ഇനിയിപ്പം എന്ത് ചെയ്യണം? താൻ തെളിയിക്കാൻ നിന്നിട്ടില്ല. ഭഗവാൻ പറഞ്ഞു കൂർമോങ്കാനീവ സർവശഃ. അർജുന, ആമയെ പോലെ ഇരിക്കും. തന്നെ പോലെ ഒന്നല്ല പറഞ്ഞത്, ആമയെ പോലെ. ആമയുടെ സ്വഭാവം എന്താ വെച്ചാൽ തനിക്ക് വരാൻ പോകുന്ന ആപത്ത് മുൻകൂട്ടി കാണാനുള്ള ശേഷി ആർക്കുണ്ട്? ആമയ്ക്കുണ്ട്. നമുക്കതില്ല. നമ്മൾ പെട്ടിട്ട് ആസ്പത്രിയിലാകുമ്പോഴാണ് മനസ്സിലാവുക. നമുക്കൊന്നും ആനയായിരുന്നു വന്നത് അറിഞ്ഞില്ല. ആന വന്നാൽ തന്നെ നമ്മൾ അറിയുന്നില്ല. ഒക്കെ കഴിയുമ്പോഴേ അറിയണുള്ളൂ. ആമയ്ക്ക് അങ്ങനെയല്ല. അത് തനിക്ക് അപകടമുണ്ടാക്കുന്ന അറിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് മിണ്ടാണ്ടിരിക്കും. നമ്മളോ അപകടം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും മിണ്ടും, എന്നിട്ട് പിന്നെ അപകടം ഉണ്ടാവും. ഇത് അപകടം ഉണ്ടാവുമെന്ന് അറിഞ്ഞാൽ പിന്നെ അനങ്ങില്ല. കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. അത് തൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്ത് മിണ്ടാണ്ടിരിക്കും. ജ്ഞാനികൾ അങ്ങനെയാണ്. അവരെന്ത് ചെയ്യില്ല. അവർ ലഡു കണ്ട ഒന്നൊക്കെ കഴിച്ചോളിട്ടോ, അല്ല വല്ലാണ്ട് പാടില്ല. ഷുഗറൊക്കെ ഉണ്ടെങ്കിലേ 600 ഷുഗർ 700 ഉണ്ടായിട്ടും കാഴ്ച കണ്ട അതിൻ്റെ പിന്നാലെ, സ്വാദ് നോക്കി അതിൻ്റെ പിന്നാലെ, അങ്ങനെയല്ല. അവരെന്ത് ചെയ്യും? അവരൊക്കെ ഇന്ദ്രിയങ്ങൾ നടക്കും. കണ്ണുകളഞ്ചുമുള്ളടക്കി. കാരണം ഇത് തനിക്ക് ചിലപ്പം അമിതമായാൽ അപകടം ചെയ്യും തിരിച്ചറിയാനുള്ള ശേഷി അവർക്കുണ്ട്. അതാർക്കില്ല. അത് പലർക്കും ഇല്ല. ഇതിപ്പോൾ തൽക്കാലമുള്ള സുഖത്തിന് അങ്ങോട്ട് ഓരോന്നും അനുഭവിക്കും, പിന്നീട് വലിയ പ്രയാസം ഉണ്ടാവും. ഇവരതല്ല, മുൻകൂട്ടി കാണുകയാണ്. ഒരു 2-3 നീക്കം അപ്പുറത്തേക്ക് കാണാനുള്ള ശേഷി അതാർക്കുണ്ട്? അത് ഈ ആമയ്ക്കുണ്ട്. ജ്ഞാനികളും അങ്ങനെയാണ്. അതവർ തിരിച്ചറിയും. ഇതിപ്പം അപകടം ഉണ്ടാക്കില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കും തിരിച്ചറിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, അവരതിനെ സേവിക്കില്ല എന്നാണ്. വിഷമുള്ള പായസം നമ്മൾ കുടിക്കുമോ? സ്വാദൊക്കെ ഉണ്ട്, സ്വാദുണ്ട് കരുതി വിഷം ഉണ്ടെങ്കിൽ കുടിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ മുഴുവൻ ഇതൊക്കെ ഇപ്പം വലിയ രസമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലൊക്കെ വിഷം ഇരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ തൊടില്ല. അതാണ് ആരുടെ പ്രത്യേകത? ആമയുടെ പ്രത്യേകത. എങ്ങനെയാണ് യോഗിമാരും അവരും വിഷയങ്ങളുടെ പിന്നാലെ ഇന്ദ്രിയങ്ങളെ വിടാറില്ല, അതിനെ ഒതുക്കി നിർത്തും. അതാണ് അവരുടെ പ്രകൃതം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ അടക്കിയ ഒരാൾക്ക് മാത്രമേ വേറൊരാളെ അടക്കിയിരുത്താൻ ആദ്യം അവനവൻ അടങ്ങിയിരിക്കണ്ടേ. നമ്മളെന്നെ ഇരിക്കുന്നില്ല, പിന്നെ വേറൊരാളെ അത് പറ്റില്ല. അതുകൊണ്ട് ആദ്യം അവനവൻ തന്നെ ഒന്ന് അടക്കാൻ പഠിക്കണം, എന്നിട്ട് വേണം വേറൊരാളെ അടക്കാൻ. അതിനാണ് ഭഗവാൻ ആമയായിട്ട് വന്ന് ഈ പർവ്വതത്തെ ഉയർത്തി എന്ന് പറയേണ്ട താല്പര്യം അതാണ്. അയാൾക്കേ ഉയരാൻ സാധിക്കുള്ളൂ, അയാൾക്ക് വേറൊരാളെ ഉയർത്താനും സാധിക്കുള്ളൂ. ഏതായാലും വീണ്ടും കടയാൻ പുറപ്പെട്ടു. അങ്ങനെ കടഞ്ഞ സമയത്ത് ഉണ്ടായത് വിഷമാണ്. കാളകൂടം വിഷം അങ്ങോട്ട് മുന്തി വന്നു. ദേവന്മാർ ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ അത് മഹാദേവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ആയിക്കോട്ടെ, മഹാദേവനായിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ നേരെ അങ്ങോട്ട് ചെന്നു. ദക്ഷിണാമൂർത്തിയാണല്ലോ. അപ്പോൾ ഈ സംസാരമാകുന്ന രോഗം അത് പൊന്തി വന്നാൽ അതിനെ ഇല്ലാണ്ടിയാക്കാൻ
വിഷം എന്ന് പറഞ്ഞ താല്പര്യം ദുർവാസനയാണ്. കണ്ണടച്ച് നമ്മൾ വെറുതെ ഇരുന്നാൽ ആദ്യം മുന്തി വരുന്നത് ആദ്യം ഉറങ്ങുക ചെയ്യുക. നമ്മൾ കണ്ണടച്ച് 2 മിനിറ്റ് ഇരുന്ന് നോക്കും. കഥ അങ്ങനെ കേൾക്കാച്ചിട്ട് ഇരിക്കുക. കണ്ണടച്ച സൗകര്യമുണ്ട് വലിയ ചേട്ടൻ അങ്ങനെ ഉണ്ട്. അങ്ങനെ ഇരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞാൽ അവർ പോയി. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു. നമുക്ക് അസൂയ തോന്നും, എങ്ങനെ ഉറങ്ങാൻ പറ്റണമെന്ന്. അപ്പം കണ്ണടച്ചാൽ ആദ്യം ഉണ്ടാവുക ഉറങ്ങുക. ആ ഉറക്കമാണെന്ത് പർവ്വതം ആണ്ടുപോയി എന്ന് പറഞ്ഞത്. അപ്പോൾ ആരെ ആശ്രയിച്ചു? ഭഗവാനെ ആശ്രയിച്ചു. സ്ഥിതപ്രജ്ഞനാവാൻ ശ്രമിക്കൂ. അങ്ങനെ ഉറങ്ങിപ്പോണത് എന്തുകൊണ്ടാണെന്ന് ഇഷ്ടമുണ്ടോ? വിഷയങ്ങളുടെ പിന്നാലെ ഉണർന്നിരിക്കുമ്പം ഓടുന്നവനാണ് കണ്ണടച്ചാൽ വിഷമാവരുതേ. കാരണം ഈ വിഷയം ഉള്ളിലേക്ക് വരുന്നില്ല. മറ്റ് പല വിഷയങ്ങളും ഗ്രഹിച്ച് ഈ നാഡികളൊക്കെ അടഞ്ഞു പോയി. അപ്പം ഈശ്വര വിഷയം വരുമ്പം ഇത് എത്തണില്ല, തുറന്നു കിട്ടണം. എന്താ ചെയ്യുക? അതാണ്. അപ്പോഴാണ് ഉറങ്ങിപ്പോണത്. അപ്പം അതിനെന്ത് വേണം? സ്ഥിതപ്രജ്ഞനാവൂ. കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങി യോതിടയണം. നിരന്തരം ശ്രവിക്കുക. ഉണർന്നിരുന്ന് ഇങ്ങനെ കുറച്ച് മുഷിയൊക്കെ ചെയ്താലും ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ, 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ കാലൊക്കെ വെള്ളത്തിൽ വെച്ചിട്ട് അങ്ങനെയെങ്കിലും ഒന്ന് ഭാഗവതം കേട്ട് ആ രസം പിടിച്ചാൽ പിന്നെ പേടിക്കാനില്ല. അല്ലാണ്ട് വേറെ വഴിയില്ല. അത് വേണം. അവനോട് താല്പര്യം ഉണ്ടാവുന്നത് വരെ കേൾക്കന്നെ വേണം. അതാണ് ആദ്യം വേണ്ടത്. ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക? പിന്നെ കണ്ണടച്ചിരുന്നാൽ നമുക്ക് പൊന്തി വരിക. നമ്മൾ ഇതിൻ്റെ മുന്നേയൊക്കെ ആർജിച്ച പല സംസ്കാരം ഉണ്ടല്ലോ, അതിനോട് ചേർന്നതാണ്. അതാണ് ദുർവാസന. വേണ്ടാത്ത വിഷയമാണ് അധികം പൊന്തി വരിക. കണ്ണടച്ച് അങ്ങനെ ഇരുന്നാൽ ചില ഇങ്ങനെ പറയും, എന്താ തിരുമേനി ഇത് വരും. ആ സമയമാകുമ്പോൾ അങ്ങനെ ഓരോന്നും അങ്ങനെ മനസ്സിൽ കണ്ണടച്ചിരുന്നാൽ പേടിയാവുക. ഇതൊന്നും പുറത്ത് പറയാൻ പറ്റില്ല. അജ്ജാതി പറയണ്ട. അതാണ് വിഷം. അപ്പോൾ ആരെ സ്മരിക്കുക? മമ്മൂരപ്പനെ. അദ്ദേഹത്തെ സ്മരിച്ചാൽ എന്ത് പോവും? പിന്നെ ഉണ്ടാവില്ല. ആ വിഷം ആർക്ക് കൊടുക്കുക? ഭഗവാനെ. ഈ ചിന്തകളൊക്കെ ഞാൻ അയാൾക്ക് ദഹിക്കും, എന്തും കുഴപ്പമില്ല. അതാണ് പരമശിവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തിന് കഴുത്തിലൊക്കെ ആരാ? വാസുകി. കാലുമ്പിലും കൈമ്പിലും വാസുകിൻ്റെ ഫാമിലിയും എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. അതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമല്ല. അതുകൊണ്ട് പരമശിവന് സമർപ്പിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ആ ചിന്തയ്ക്കും പിന്നിലിരിക്കുന്നവനെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ചിന്ത നിൽക്കും. നമ്മൾ ചിന്ത താലോലിക്കുമ്പോഴേ വർദ്ധിക്കുള്ളൂ. നമ്മൾ ചിന്തിക്കുക പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചാൽ നമ്മളിങ്ങനെ വീണ്ടും ഓർത്തെടുക്കുകയാണ് ഇല്ലേ? ഓർത്തെടുക്കണില്ലേ? മറക്കാൻ സംഭവിക്കില്ല. നമ്മൾ എഴുതി വെച്ച് വീണ്ടും അങ്ങനെ ഒന്നുകൂടി ഓർത്ത് നല്ല കാര്യം കുറയണ്ട, ഒന്നും ഒക്കെ മറന്നു. ഈ കഥ വല്ല ഓർമ്മ ഉണ്ടോ വെച്ചാൽ ഒറ്റയൊക്കെ ഓർമ്മ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. മറ്റത്തതല്ല, ഈ കഥ നമ്മൾ താലോലിക്കുന്നില്ല. അത് വീണ്ടും ഓർക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്ന ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിങ്ങനെ രാവും പകലും ഇങ്ങനെ ഇട്ടിട്ട് താലോലിച്ച് അത് വീണ്ടും പാടി ഏറ്റുപാടി പിന്നെയും പാടി അത് രാഗമാലിക ഓക്കെ ഇങ്ങനെ അതിങ്ങനെ വിസ്തരിച്ച് കൊണ്ടുപോകുന്നതാ. അതാണ് പോവാത്തത്. നേരെ മറിച്ച് അതിനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നാലോ? ചിന്തകൾ വന്നോട്ടെ, ഞാൻ ചിന്തകളെ അല്ല ചിന്തിക്കണത്. പിന്നെയോ ചിന്തയ്ക്കും പിന്നിലൊരു ശിവനുണ്ടല്ലോ. ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയൊക്കെ പിന്നിലാരുണ്ട്? ചിദാനന്ദരൂപ ശിവോഹം. അത് ചിന്തിച്ച് കഴിഞ്ഞാൽ മെല്ലെ ചിന്തകളൊക്കെ അടങ്ങും. കുറച്ച് കഴിഞ്ഞാൽ ശല്യം ഉണ്ടാക്കില്ല. നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് പിന്നെ ആരും അവിടെ ഇരിക്കില്ല. വീട്ടിലേക്ക് ഒരാൾ വന്നു, മൈൻഡ് ചെയ്യാണ്ടിരുന്നാലോ? അയാൾ വന്നു, നമ്മൾ അയാൾ പിന്നെയും വരുമോ? പിറ്റേ ദിവസം കൂടി ഒന്ന് വന്ന് നോക്കും. അപ്പോഴും നമ്മളങ്ങനെ തന്നെ. നമ്മൾ ഭാഗവതമൊക്കെ വായിച്ച് അങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരുന്നു. അയാളുടെ മിണ്ടി എന്താ ഉണ്ടാവും നമുക്കറിയാം. അയാൾക്ക് അങ്ങനെ നല്ലതൊന്നും പറയാനില്ല. എന്തേ പറയാണ്ട് നമ്മളിപ്പോൾ ആർജിച്ച ഊർജ്ജം കൂടി പോകും. അജാതിയൊക്കെ അയാൾ പറയും ചെയ്യാം. അപ്പോൾ നമ്മൾ അയാൾ പ്രോത്സാഹിപ്പിച്ചില്ല. 3-ാമത്തെ ദിവസം വന്നു, ഒന്നും വേണ്ടിയില്ല. പിന്നെ അയാൾ വരുമോ? നിവൃത്തിൻ്റെ വരില്ല. ഗതികേടോണ്ടൊക്കെ വരുന്നല്ലാതെ ഒരു നിവൃത്തിൻ്റെ അയാൾ വരില്ല. അപ്പോൾ നമ്മൾ ദുഷിച്ച ചിന്ത വന്നു, നമ്മളതിൻ്റെ പിന്നാലെ പോവാതിരുന്നാൽ പിന്നെ അത് അയാളെ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അയാൾ മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞ മനസ്സെന്ത് ചെയ്യും? അത് മാറി നിൽക്കും, അത് അടങ്ങിത്തരും. അതാണ് ഇപ്പം പറഞ്ഞത്, ശിവനെ സമർപ്പിക്കൂ. ശിവൻ അങ്ങോട്ട് കഴിച്ചു വിഷം. അത് ദഹിപ്പിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? അത് ശിവനുണ്ട്. അത് കഴുത്തിൽ നിൽക്കട്ടെ എന്ന് സങ്കല്പിച്ചു ആണ്. കാരണം ആർക്കും ഉപദ്രവം ഉണ്ടാവാണ്ടിരിക്കണം, ചാവടി ഇരുന്നോട്ടെ. ശിവനത് പുറമേക്കും പറഞ്ഞിട്ടില്ല, അകത്തേക്ക് എടുത്തിട്ടില്ല. വിഷം അകത്തേക്ക് എടുത്താൽ ബുദ്ധിമുട്ടാവും, പുറമേക്ക് വിട്ടാലും പ്രയാസമാണ്. ചില കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറഞ്ഞാലും പ്രശ്നമാവും, ഉള്ളിൽ വെച്ചാലോ ഉറക്കം ഉണ്ടാവില്ല. അതങ്ങനെ ഇതാരോടെങ്കിലും ഒന്ന് ഡയറിയിൽ എഴുതി വയ്ക്കുക. അങ്ങനെ ശിവനൊന്നും വിഷയം. ശിവനെ ഇവിടെ കണ്ട് വെച്ചു, അകത്തേക്കും പോയില്ല പുറത്തേക്കും ഇല്ല. അതിനെ അവിടെ കണ്ട് തീർത്തു. ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. തന്നെ ബാധിക്കരുത്. തൻ്റെ മനസ്സ് മാറിയാൽ കഴിഞ്ഞില്ലേ? തനിക്ക് ഭ്രാന്തായ ബുദ്ധിമുട്ടല്ലേ?
അതും ആയില്ല. പുറമേക്ക് വിട്ട ജീവിതത്തിന് പ്രശ്നം ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അത് അവിടെ കണ്ട് തീർത്തു. ഉത്തമ ഗൃഹസ്ഥനാണ്. നല്ല ഗൃഹസ്ഥന്മാർ അങ്ങനെയാണ്. അവർ കുടുംബം കലഹിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ആ പരമശിവൻ ആ വിഷത്തെ ഒതുക്കിയെന്ന് പറഞ്ഞു. വീണ്ടും കടഞ്ഞു. അപ്പോൾ അഷ്ട ഐശ്വര്യങ്ങളുണ്ടായി. ധ്യാനിക്കുമ്പോൾ ഉണ്ടാവുന്നതാണത്. അതാണ് 8 വിശിഷ്ട വസ്തുക്കൾ എന്ന് പറഞ്ഞത്. എന്താ? ധ്യാനിക്കുമ്പോൾ ഉണ്ടാവുന്ന ഐശ്വര്യങ്ങളാണ്. കുറേ സന്തോഷമൊക്കെ ഉണ്ടാവും, സമാധാനമൊക്കെ ഉണ്ടാവും. ധ്യാനിക്കുന്നവർക്ക് ചില മാറ്റമൊക്കെ ഉണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നാവും. കുറച്ച് ബിസിനസ്സൊക്കെ നേരെയാവും, കുറച്ച് കാശൊക്കെ കിട്ടും, ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ അഷ്ട ഐശ്വര്യങ്ങളിൽ പെട്ടതാണ്. അങ്ങനെ കാമധേനു കിട്ടി, ഉച്ചൈശ്രവസ് കിട്ടി, പാരിജാതം കിട്ടി, എന്തൊക്കെയോ കിട്ടി. പിന്നെ മദ്യവും കിട്ടി. അതിലാണ് പിന്നെ അവർ ബിസിനസ് ഡള്ളാവുക. അതിലങ്ങോട്ട് പോകും. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അമൃത് വന്ന സമയത്ത് അവർ ശ്രദ്ധിച്ചില്ല. അതൊക്കെയാണ് ഉണ്ടായത്. ഇതാണ് കഥ. ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. ഐശ്വര്യം പൊന്തി വന്നപ്പോൾ എന്ത് വിചാരിച്ചു? ഇതാണ് ലക്ഷ്യം എന്ന് കണക്കാക്കി. അത് വലിയ അപകടമായി. ഐശ്വര്യമല്ല ലക്ഷ്യം, അമൃതാണ് ലക്ഷ്യം. മറന്നുപോയി. അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്. തുടങ്ങിയതൊക്കെ അങ്ങനെയാണ്, അമൃതാണെന്നൊക്കെ ഉദ്ദേശിച്ചത്. പക്ഷേ ലക്ഷ്മി അങ്ങോട്ട് കണ്ടപ്പോൾ തോന്നി അമൃതൊന്നും ഇപ്പം വേണ്ട. അല്ല, അപ്പം ചെറുപ്പം ലക്ഷ്മിയെ കണ്ടില്ല, ഇനി അതും മതി, അമൃത് വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഗുരുവായൂരപ്പനെ കാണാൻ വന്നു. ഇവിടുത്തെ മസാല ദോശ കഴിച്ചപ്പോൾ ഇത് മതി. എന്താ മസാല ദോശ? അയ്യയ്യേ, അതിന് ഇവിടെ വരണോ? നാട്ടിൽ നിന്ന് കഴിച്ചുകൂടെ? ഇതിനിപ്പം ഗുരുവായൂർക്ക് വരണോ മസാല ദോശ കഴിക്കാൻ? അതാ കുഴപ്പം. അവിടെ പുറപ്പെടുമ്പോൾ ഗുരുവായൂരപ്പനെ ഒന്ന് തൊടാനൊക്കെ ചിന്തയായിരുന്നെങ്കിൽ ഇവിടെ എത്തി മസാല ദോശ ആയിട്ട് കഴിച്ചപ്പോഴേക്കും എങ്ങനെ ഉണ്ടാവും? ഇതല്ലേ ഇപ്പോൾ നമ്മളെയും കഥ. ഇവിടെ ജനിച്ചത് ഈശ്വരനെ കിട്ടാനാണ്. അത് പറഞ്ഞിട്ടാണ് വന്നത്. ഈശ്വരനെ കിട്ടും, ഞാൻ ശ്രമിക്കും എന്നൊക്കെ വാക്ക് കൊടുത്ത് പോന്നവരാണ് നമ്മൾ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്ത് പറ്റി? മറന്നു. നമ്മൾ ഈ മസാല ദോശ കഴിച്ച് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഒന്നുമില്ല, അത് മതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, കാശ് കിട്ടുമ്പം അധികാരം, പണം, പദവി, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സേവ പറയാൻ ആളുകളൊക്കെ ഉണ്ടാകുമ്പം ഇത് മതിയിട്ട്. പക്ഷെ അതും പോകുമല്ലോ. അതെന്നും നിൽക്കെങ്കിൽ കുഴപ്പമില്ല, എന്നും നിൽക്കെങ്കിൽ അത് മതി. പക്ഷെ അങ്ങനെയല്ല. ഈ ആരോഗ്യം നഷ്ടപ്പെടും. ഇന്ന് സേവ പറയണവർ നാളെ കുറ്റം പറയും. ഇതൊക്കെ കേൾക്കേണ്ടി വരും. അതിപ്പോൾ താങ്ങില്ല. ഇത് കേട്ട് ശീലിച്ചവർക്ക് നാളെ തിരിച്ച് പറയുമ്പം സഹിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഐശ്വര്യം വന്ന സമയത്ത് ഇവരെല്ലാം മറന്നു. അമൃതിൻ്റെ കാര്യം വിട്ടു, ലക്ഷ്മിയുടെ പിന്നാലെ പോയി. ലക്ഷ്മി ആവട്ടെ ആരുടെ പിന്നാലെ പോയി? ഭഗവാന്റെ പിന്നാലെ പോയി. അതുകൊണ്ട് വിവരമുള്ളവർ എന്ത് ചെയ്യും? ഭഗവാന്റെ പിന്നാലെയാണ് പോവുക. വകതിരിവുള്ള ലക്ഷ്മി പോലും എന്ത് ചെയ്തു? ഭഗവാന്റെ പിന്നാലെയല്ലേ പോയത്. തൻ്റെ പിന്നാലെ വന്നവരൊന്നും ലക്ഷ്മി മൈൻഡ് ചെയ്തില്ല. തന്നെ മൈൻഡ് ചെയ്യാണ്ടിരിക്കണ ഭഗവാനെ ലക്ഷ്മിക്ക് വിവരമുണ്ട്. ലക്ഷ്മിക്ക് മനസ്സിലായി തന്നെ ആശ്രയിക്കാണ്ടിരിക്കുന്നവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് നല്ല ബലമുള്ള ആളാണ്. അയാൾ തന്നെയാണ് ആശ്രയം. അങ്ങനെയാണെങ്കിൽ തനിക്ക് സമാധാനം വേണമെങ്കിൽ ആരെ ആശ്രയിക്കണം? ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്നവരെ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ? അവർക്കിപ്പം തൻ്റെ അടുത്തേക്ക് വരുന്നത് അവർ പൂർണ്ണരല്ലാന്നുള്ളതുകൊണ്ടല്ലേ. ഭഗവാൻ ആരെയും ആശ്രയിക്കാണ്ടിരിക്കുന്നത് ഭഗവാൻ പൂർണ്ണനാണെന്നുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് സമാധാനവും ശാന്തിയും വേണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കണമെന്ന് ആര് മനസ്സിലാക്കി? ലക്ഷ്മി മനസ്സിലാക്കി. ലക്ഷ്മി ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ വക്ഷസിൽ ആ ലക്ഷ്മിയെ പ്രതിഷ്ഠിച്ചു. അതുകൊണ്ട് ആ ലക്ഷ്മി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ശരിക്കും ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കുക വേണ്ടത്. പക്ഷെ മനസ്സിലാവണ്ടേ? അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുമെന്ന് കാണിക്കുകയാണ്. ഏതായാലും ആ ലക്ഷ്മിയുടെ പിന്നാലെ പോയവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളത് സൂചിപ്പിച്ചു. വീണ്ടും അവർ കടന്ന സമയത്ത് വാരുണി ദേവി പൊന്തി വന്നു. അതിനെ അസുരന്മാർ സ്വീകരിച്ചു. വീണ്ടും കടഞ്ഞു. ആ സമയത്ത് അമൃതകലശവുമായിട്ട് ധന്വന്തരിമൂർത്തി പൊന്തി വന്നു. അമൃതൻ്റെ നേരെ അവർ കണ്ണടച്ചു. എന്ന് പറഞ്ഞാൽ മുക്തി വിഷയം ആണ്, ജ്ഞാനം എന്നർത്ഥം. ഉപനിഷത്ത് വാക്യങ്ങൾ പറയുമ്പം ആ വക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്ന സ്വഭാവം ചിലപ്പോൾ ഉണ്ടാവും ചിലർക്ക്. ശരിയല്ല എന്നർത്ഥം. എന്താണ്? പിന്നെ ഇയാൾക്ക് എന്ത് പറയും? തത്വമസി, വേറൊന്നും പറയാം. അങ്ങനെ പറയരുത്. അത് കേൾക്കുക, ഉള്ളിൽ മുഷിപ്പ് വിചാരിക്കരുത്. അതാണ് മുഖ്യം. അതിൻ്റെ നേരെ കണ്ണടയ്ക്കാനാണെന്ന് പറഞ്ഞത്. ധന്വന്തരിമൂർത്തി അമൃതമായിട്ട് വന്നപ്പം കണ്ണടച്ചു, ഉറങ്ങിപ്പോയി. അത് ശ്രദ്ധിച്ചില്ല. അത്രയേ താല്പര്യമുള്ളൂ അർത്ഥം. അമൃതമാണ് മുഖ്യം. പക്ഷേ അത് കൊണ്ടുവരുമ്പം ശ്രദ്ധിക്കുന്നില്ല. ലക്ഷ്മി വന്നപ്പോഴോ ശ്രദ്ധിക്കാൻ ആരും പറഞ്ഞില്ല. എന്നാലും ആരും പറയേണ്ടി വന്നില്ല. അല്ലാണ്ട് തന്നെ ശ്രദ്ധ ഉണ്ട്. ഇത് പറഞ്ഞിട്ടും ശ്രദ്ധിക്കുന്നില്ല. അതാണ്, ഉറങ്ങിപ്പോയി. അപ്പം അസുരന്മാർ പ്രവർത്തിച്ചു. അവരെന്ത് ചെയ്തു? തട്ടിയെടുത്തു. അത് അവരുടെ സ്വഭാവമാണ്, അത് മാറില്ല. അവർ തട്ടിയെടുത്തു. പക്ഷെ അവർക്ക് കുടിക്കാനൊന്നും പറ്റിയില്ല. എന്താ കാരണം? ഭഗവാന്റെ അനുഗ്രഹമില്ലായിരുന്നു. അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ ഇപ്പോൾ കൈ കെട്ടിയിട്ട് സേവിക്കണം. ചെന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണ്ടേ? അവരുടെ സ്വഭാവം പരസ്പരം മത്സരിക്കലല്ലേ. ആ പൊരുത്തം പറഞ്ഞു, ഞാനാണ് ആദ്യം അത് കണ്ടത്, അതുകൊണ്ട് എനിക്ക് വേണം. ഞാനാണ് തൊട്ടത്, അതുകൊണ്ട് എനിക്ക് വേണം. ഞാനാണ് പ്രായം കൂടിയത്, അതുകൊണ്ട് എനിക്ക് ആദ്യം വേണം. ഇങ്ങനെ പറഞ്ഞാൽ അവർ തമ്മിൽ ഇങ്ങനെ
ഞാനാദ്യം എന്ന് പറഞ്ഞാൽ ആരും ഇതുവരെയും കുടിച്ചില്ല. ദേവന്മാർക്ക് അബദ്ധം മനസ്സിലായി. ഭഗവാന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു. ഭഗവാൻ ചോദിച്ചു, ശ്രദ്ധിക്കണ്ടേ? സാറില്ല, എന്തായാലും ആശ്രയിച്ചാൽ പിന്നെ രക്ഷിക്കാണ്ടിരിക്കാൻ വയ്യ, വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ ഭഗവാൻ നേരെ ചെന്നു ആരടുത്തേക്ക്? അസുരന്മാരുടെ അടുത്തേക്ക്. തൻ്റെ വേഷം ഒന്ന് മാറ്റി യോഷിത് രൂപമനിർദ്ദേശ്യം ദധാര പരമാത്ഭുതം. ഒരു യോഷിത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നർത്ഥം. ഒരു സ്ത്രീ വേഷം കെട്ടിയെന്നൊന്നും പറയാനില്ല. സ്ത്രീയും പുരുഷനൊക്കെ ആരാ? പിന്നെ അത് കെട്ടിയെന്ന് പറയണം. അത്രയേ ഉള്ളൂ. ആ അസുരന്മാർ ഭ്രമിക്കട്ടെ എന്നങ്ങോട്ട് സങ്കല്പിച്ചു. തൻ്റെ ആ മുടിയെടുത്ത് 2 തോളിലുള്ളത് ഒരു തോളിലേക്ക് ആക്കി മുന്നിലേക്ക് ഇട്ടു. ധാവണി പോലെ അങ്ങോട്ട് കൊടുത്തു ആ വേഷ്ടി. 2 തോളുള്ളത് ഒരു തോളിലാക്കി. എന്നിട്ട് ആ പാദസരം ഒന്ന് കിലുക്കി ഒന്ന് ചെരിഞ്ഞ് മെല്ലെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അസുരന്മാർ ആ പാദസരത്തെ ശബ്ദം കേട്ടപ്പോഴേക്കും അമൃതൊക്കെ ഒരു ഇത് എവിടുന്ന് ഈ ശബ്ദം? അവർ ഓടിച്ചെന്നു. നോക്കിയപ്പം മോഹിനി രൂപം കണ്ട് അവർ ഭ്രമിച്ചു. അടുത്തേക്ക് ചെന്നു. നീ ആരാ? നീ ആരുടെയാ? നേരത്തെ വന്ന ആ ലക്ഷ്മിയുടെ അനിയത്തിയാണോ? അവളുടെ കൂട്ടുകാരിയാണോ? ഇങ്ങനെ കുറേ എന്തൊക്കെയോ ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. ഭഗവാൻ പറഞ്ഞു, ഞാനത്ര നല്ല സ്ത്രീയല്ല, ഞാനൊരു കുലടയാണ്. വിശ്വാസം പണ്ഡിതോ ജാതു കാമിനീഷു നയാതിഹി. എന്നെ പണ്ഡിതന്മാരൊന്നും വിശ്വസിക്കാറില്ല എന്നാണ്. കഥം കശ്യപദായാദാഹ പുംശ്ചല്യാം മയി സംഗത. അതുകൊണ്ട് കശ്യപൻ്റെ മക്കളെ, ഈ പുംശ്ചലിയായിട്ടുള്ള എന്നോട് നിങ്ങൾ വലിയ ആദരവൊന്നും നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ വിശ്വാസമായി. അങ്ങനെയൊന്നും ആരും പറയില്ലല്ലോ. ആരെങ്കിലും കള്ളന്മാർ പറയുമോ? പണി കളവാന്ന് പറയൂ. എന്താ ജോലി? പോക്കറ്റടിയാ, ചാവക്കാട് ഗുരുവായൂർ റൂട്ടിലാണ് എന്നൊന്നും ഒരു കള്ളനും പറയില്ല. അതിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ വിശ്വാസമായി. അവർ ആ കയ്യിലുള്ള അമൃത് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് തൽക്കാലം ഒന്ന് പിടിക്കുക. അല്ല വേണ്ട, എനിക്ക് ഇത് പിടിച്ചാൽ മതി, ഇതൊന്ന് പിടിക്കൂ എന്ന് പറഞ്ഞു അവരങ്ങോട്ട് കൊടുത്തു. ആരുടെ കയ്യിൽ? ആ ഭഗവാന്റെ കയ്യിൽ. ഭഗവാൻ പറഞ്ഞു, ഞാൻ അത് നിങ്ങൾക്ക് തരില്ല കേട്ടോ, വേണ്ട, നീ ഇത് പിടിച്ചോ. അവരുടെ ഭാവമൊക്കെ മാറി. അല്ല ഞാൻ ദാസന്മാർക്ക് കൊണ്ട് കൊടുത്താലോ? ഒക്കെ നിൻ്റെ ഇഷ്ടം, എനിക്ക് എന്താ വെച്ചാൽ ചെയ്യുക. അങ്ങനെയാണോ? അല്ല എന്നൊരു കാര്യം ചെയ്യും, നിങ്ങളങ്ങോട്ട് ഇരുന്നോളൂ, അസുരന്മാരെ ഞാൻ വിളിക്കട്ടെ. ഓ പറഞ്ഞാൽ അവരങ്ങോട്ട് ഇരുന്നു. അസുരന്മാരും ദേവന്മാരും വന്നു. ദേവന്മാരും ഇരുന്നു, അസുരന്മാരും ഇരുന്നു. ദേവന്മാർക്ക് കൊടുക്കുകയാണേ. അസുരന്മാർക്ക് പരാതിയില്ല. ഭാഗവതം വായിക്കൂ, അവർക്കൊരു പരാതിയില്ല. അവർക്കെന്താ മതി? അവർക്ക് ആ മോഹിനി അങ്ങനെ കണ്ടിരുന്നാൽ മതി, അത്രയേ വേണ്ടു. നമുക്കതുമില്ല, അതാണ് വിഷമം. നമുക്ക് ആ ഗുരുവായൂരപ്പനൊന്ന് കണ്ടിരിക്കണമെന്ന് വിചാരം വേണ്ടേ? അവർക്കതേ വേണ്ടു. അവർ ആ അമൃത് കൊടുത്തു. അങ്ങനെ ദേവന്മാർക്ക് കൊടുത്തു. ആര്? ഭഗവാൻ ഇലയിൽ കൊടുത്തു. അവരെ കഴിക്കുന്നുണ്ട്. അസുരന്മാർക്ക് കൊടുത്തു. അതിലെ സ്വർഭാൻ എന്ന് പറഞ്ഞ അസുരൻ ഇത് പോരാ. അയാൾ മനസ്സിലാക്കിയത് അമൃത് കൊടുക്കണത് ആർക്കാ? ദേവന്മാർക്കാണ്. അവിടെ കൂടുതലോടൊക്കെ ഇയാൾ പറയുന്നുണ്ട്, കേട്ടോ തരുന്നില്ലടോ, ഇത് കൊടുക്കണ ദേവന്മാർക്കാ, തനിക്കത് കണ്ണില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നീ മിണ്ടല്ലേ, അത്രയും വേണ്ട. ഭഗവാന്റെ നോട്ടം മതി ആർക്ക്? അത് നല്ല കാര്യമല്ലേ? ശരിക്കും ഭഗവാനെ ശരിക്കും അമൃത് കുടിച്ചതാരാ? അങ്ങനെ കേശാദിവാദം ആ ഗുരുവായൂരപ്പനെ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഭാനം ഒന്ന് ശല്യം ചെയ്യുക അവരെ, മിണ്ടാണ്ടിരിക്കണം, താൻ പോകാൻ ചെന്ന് അവിടെ പോയിരുന്നു കുടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞാൽ അവസാനം സ്വർഭാനോട് ഹീറ്റു ആണ്. സ്വർഭാനം എണീറ്റ് പോയി അവിടെ ഇരുന്നു. ദേവന്മാരുടെ ഒപ്പം ഇരുന്നിട്ട് അമൃത് കുടിച്ചു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ അന്യായം കാണിച്ചില്ലേ എന്നാണ്. ചക്രം കൊണ്ട് അങ്ങോട്ട് കഴുത്ത് വെട്ടി. ഇയാൾ മരിച്ചില്ല, തല വേറെ ഉടൽ വേറെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി സൂര്യനും ചന്ദ്രനെയും ഗ്രഹിക്കും. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം അവരാ കാണിച്ചു കൊടുത്തത്. എന്ത്? അസുരനാ എന്ന് പറഞ്ഞ് ഭഗവാനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരോടുള്ള ദേഷ്യം തീർക്കാൻ ഇയാൾ പോയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നൊക്കെ കഥ നമുക്ക് ഓർത്ത് വയ്ക്കാനാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയണത്. താല്പര്യം ഇത്രയേ ഉള്ളൂ. ഏവം സുരാസുരഗണ സമദേശ കാലഹേത്വർത്ഥ കർമ്മ മതയോ വിഫലേ വികൽപ്പാ. ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുപോലെ കർമ്മം ചെയ്തു 2 കൂട്ടർ, എന്നിട്ട് ഫലം കിട്ടിയത് ഒരു കൂട്ടർക്ക്. ഇങ്ങനെയല്ലേ ലോകത്ത് കാണാറ് അല്ലേ? ഒരേ വീട് അല്ലെ 2 വീട്, രണ്ടും ഒരേപോലെ തന്നെയാണ്. കോൺട്രാക്ടർ ഒരാൾ തന്നെയാണ്. അതും 15 സെൻറ്റ്, ഇതും 15 സെൻറ്റ്. അവിടെ ഉള്ള ആളും ഓഫീസർ, അതേ ഓഫീസർ തന്നെ ഇയാളും. 2 പേർക്കും ഒരേ ശമ്പളം, ഒരേ പ്രായം. 2 പേർക്കും ഒരു ഭാര്യ. ഒരു ഭാര്യയല്ല, 2 ഭാര്യയില്ലെന്ന് അർത്ഥം. ഒരു ഭാര്യ, അയാൾക്കാ ഭാര്യ. ആ ഭാര്യയെ പോലെ തന്നെ ഈ ഭാര്യയും, അതും സുന്ദരി ഇതും സുന്ദരി. അയാൾക്കൊരു കുട്ടി, ഇയാൾക്കൊരു കുട്ടി. പക്ഷെ ഒരു വീട്ടിൽ സമാധാനമുണ്ട്, മറ്റേ വീട്ടിൽ സമാധാനം ഇല്ല. എന്താ കാരണം പറയാം? ഒരേ ജോലിയാ, ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുപോലെ കർമ്മം ചെയ്യുന്നു. പിന്നെന്താ? ഫലേ വികൽപ്പഃ. എന്തുകൊണ്ട് ആ വീട്ടിലുള്ള സന്തോഷം മറ്റേ വീട്ടിലുണ്ടാവണില്ല? എന്താ മറുപടി പറയാം? എന്താ? ഭാഗവതം വായിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അവർക്കിത് ഡീൽ ചെയ്യാൻ അറിയില്ല. അതറിയില്ലേ കഴിഞ്ഞില്ലേ? വലിയ പ്രശ്നമാണത്. അതറിയില്ല, അതാണ് ബുദ്ധിമുട്ട്.
ഭഗവാന്റെ കാരുണ്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയണു. അങ്ങനെ ഭഗവാൻ ഇപ്പോൾ ആരോടും കാരുണ്യമില്ല, എല്ലാവരോടും കാരുണ്യം തന്നെയുള്ളൂ. പക്ഷേ ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് ആ കാരുണ്യം, അത് ഭഗവാന്റെ കുറ്റമല്ല. നമുക്കിപ്പോൾ ആശ്രയിക്കുന്ന ആളിൽ രക്ഷിക്കാൻ ചോദിക്കുന്ന ആൾക്കല്ലേ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പം മരം തണൽ കൊടുക്കാൻ ആർക്കാം? ചോട്ടിൽ വരാണ്ട് കൊടുക്കാൻ പറ്റുമോ? മോഹിച്ചിട്ടും കൊടുക്കാൻ പറ്റില്ല. അത് എന്ത് ചെയ്യാനപ്പോൾ അതിങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതിന് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അയാൾ വെയിലത്ത് നിൽക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് വന്ന് കിട്ടിയാൽ എന്ത് ചെയ്യാം? ഭഗവാൻ അതാ പറയണത്. എന്ത് ഒരു ചിലപ്പം പറയാം, ഒന്ന് ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ നീ ഇത് ചെയ്യണ്ടേ? അങ്ങോട്ട് കയറില്ലെങ്കിൽ എന്ത് ചെയ്യും? ചാവക്കാട് കോടതി വന്ന് പോകുന്നുണ്ട്, എന്നാൽ ഇങ്ങോട്ട് കയറില്ല, എന്താ ചെയ്യുക? കോടതി തന്നെ വന്ന് പോണ്ടി വരും. ഒന്നിങ്ങോട്ട് കയറി കിട്ടിയാൽ രക്ഷിക്കായിരുന്നു, നിവൃത്തിയില്ല. അത്രയേ ഉള്ളൂ. ആശ്രയിച്ചാലേ ഫലമുള്ളൂ. ആശ്രയിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അത് ഭഗവാന്റെ കുറ്റമല്ല. അതിന് ഭഗവാൻ പക്ഷപാതം അല്ലെ പക്ഷഭേദം കാണിക്കുന്നു പറയരുത്. അങ്ങനെയില്ല. ആശ്രയിക്കുന്നവർക്ക് ആർക്കും സഹായിക്കാൻ പറ്റുള്ളൂ. വിളക്കിൻ്റെ അടുത്തേക്ക് പോയാലേ വെളിച്ചം കിട്ടുള്ളൂ. മാറി നിന്നിട്ട് വിളക്കിനെ കുറ്റം പറയണത് അത് അന്തസ്സല്ല, അത് ശരിയല്ല. അത് കുറ്റം പറയാം. വിളക്ക് എനിക്ക് വെളിച്ചം തരുന്നില്ല, അടുത്തേക്ക് ചൊല്ലൂ, ആര് പോയാലും കിട്ടും. ഭാഗവതം വായിക്കുന്ന ആൾ അല്ല, വായിക്കാത്ത ആൾ പോയാലും, വിശ്വാസി പോയാലും വിശ്വാസം ഇല്ലാത്തവൻ പോയാലും വിളക്ക് വെളിച്ചം തരും. ആശ്രയിക്കണം, അത്രേ പറയണുള്ളൂ. ഇവർ ഭഗവാനെ ആശ്രയിച്ചിട്ടില്ല. ആര്? അസുരന്മാർ. ദേവന്മാരെ ആശ്രയിച്ചു. ദേവന്മാർ അന്യായം കാണിച്ചിട്ടില്ല, അസുരന്മാർ അന്യായമേ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ടൊരു കർമ്മം ചെയ്യുമ്പോൾ അത് വിജയിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, ഞാൻ ഭഗവാനെ ആശ്രയിച്ചില്ല. വിജയിക്കുക എന്ന് പറഞ്ഞാലും വ്യത്യാസം കിട്ടുമോ? ഭൗതികമായിട്ട് നോക്കിയാൽ വിജയിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശ്രദ്ധിക്കണം. നേട്ടം കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല വിജയം. ഉള്ളിലുള്ള തൃപ്തിയാണെന്ന് പറഞ്ഞത് വിജയം എന്ന് പറഞ്ഞത്. ഉള്ളിൽ തൃപ്തി ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ, നന്നായി, ഭംഗിയായി, ഭഗവാൻ സന്തോഷിച്ചു, അത്രയേ ഉള്ളൂ. തൃപ്തി ഇല്ലെങ്കിൽ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ടാവും, ജനങ്ങളൊക്കെ കേമെന്ന് പറയുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ നിന്നുണ്ടാവില്ല. ചിലപ്പോൾ തിരിച്ചും ഉണ്ടാവും, തോറ്റു, എല്ലാവരും മോശം പറഞ്ഞു, നമുക്ക് സന്തോഷമായിട്ടും. ആരെപ്പോലെ ബലി. അടുത്ത കഥ അതാ. ദേവാസുരത്വത്തിൽ ബലി തോറ്റു, എല്ലാവരും ബലിയെ കളിയാക്കുമ്പോൾ ബലി പറഞ്ഞു, ഒരു പ്രശ്നമില്ലടോ, ഇടയ്ക്കൊക്കെ തോൽക്കുകയൊക്കെ നല്ലതല്ലേ, ഭഗവാന്റെ സങ്കല്പമല്ലേ. കുറച്ച് മുന്നേ ഞാൻ ജയിച്ചപ്പോൾ നിങ്ങളായിരുന്നു പറഞ്ഞല്ലോ, എന്താണ്? അത് ഭഗവാന്റെ സങ്കല്പമായിരുന്നു, ഇതും ഭഗവാന്റെ സങ്കല്പം. ചക്രത്തിൻ്റെ അരക്കാലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചക്രം ഇങ്ങനെ ഉരുളുമ്പോൾ മുകളിൽ പോയത് താഴ്ത്തോത് മുകളിൽ ഇത് മാറിക്കൊണ്ടിരിക്കും. ചക്രാര പങ്ക്തി വഗച്ഛതി ഭാഗ്യപങ്ക്തി. ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്ന് കരുതി ഞാൻ ഭഗവാനെ വിടില്ല. എനിക്കതൊന്നും എന്നെ ബാധിക്കില്ല. ഞാനിനിയും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ഫലം എന്തോ ആവട്ടെ, ജയിക്കുക തോൽക്കുക അതൊക്കെ വേറെ വിഷയം എന്നാണ് ആര് പറയണത്? ബലി. എന്താ കാരണം? അദ്ദേഹം ആരെ ആശ്രയിക്കുന്നുണ്ട്? ഭഗവാനെ ആശ്രയിച്ചിരുന്നു. ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ജയമാണോ പരാജയമാണോ അതൊന്നും അവരെ ബാധിക്കില്ല. അവരെ സംബന്ധിച്ച് എന്തേ ഉള്ളൂ? ജയമേ ഉള്ളൂ എന്നാണ്. പരാജിത ശ്രീഹി അങ്ങനെയാണ് ആരംഭിക്കുന്നത് തന്നെ. ബലിചരിത്രം തുടങ്ങുക പരാജിത ശ്രീഹി. അങ്ങനെ പറയാൻ പാടില്ല. നമ്മളങ്ങനെ പറയാറുണ്ടോ? വിജയശ്രീ ലാളിതനെ എന്ന് പറയാറുണ്ട്, പരാജിത ശ്രീ ലാളിതനെ എന്ന് പറയാറുണ്ടോ? തോറ്റ നമ്മളൊരു മോശമായിട്ടാണ് കണക്കാക്കുക. ഇവിടെ തോറ്റ ബലിയുടെ കേമത്വം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു ഇളക്കല്ല, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് ലേശം പോലും ഒരു കുറവില്ല, അത്രയേ ഉള്ളൂ. എന്താ അങ്ങനെ ആവാൻ കാരണം? ഭഗവാന് സമർപ്പിച്ചും കൊണ്ട് കർമ്മം ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ആ ഒരു ബലിചരിത്രം വർണ്ണിക്കുന്നത്. നമുക്ക് നാളെ കേൾക്കാം. ഇന്നത്തെ പാരായണവും പ്രഭാഷണവും ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശംഖാഭിഷേകം കഴിഞ്ഞു, നളിന വിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു, നവകാഭിഷേകം കഴിഞ്ഞു. അഗ്രേ പശ്യാമി തേജോ വലയിതരൂപമെന്ന സ്വർഗീയ കാവ്യസുത തൂകി. അഗ്രേ പശ്യാമി തേജോ വലയിതരൂപമെന്ന സ്വർഗീയ കാവ്യസുത തൂകി. മേൽപ്പത്തൂർക്കൂപ്പിയാം വേദവേദാന്തസാരാം കൽപ്പകതരുവിനെ കണ്ടു ഞാൻ നവകാഭിഷേകം കഴിഞ്ഞു. ശംഖാഭിഷേകം കഴിഞ്ഞു, നളിന വിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു, നവകാഭിഷേകം കഴിഞ്ഞു.
പൂന്താനം ഭക്തി തൻ കുമ്പിളിൽ പാനയാം പൂന്തേൻ നിവേദിച്ച നേരം. പൂന്താനം ഭക്തി തൻ കുമ്പിളിൽ പാനയാം പൂന്തേൻ നിവേദിച്ച നേരം. ഉണ്ണിയായി മുന്നിൽ വന്നു കണ്ണുനീർ തുടച്ചൊരു കണ്ണൻ്റെ കളികളും കണ്ടു ഞാൻ നവകാഭിഷേകം കഴിഞ്ഞു, ശംഖാഭിഷേകം കഴിഞ്ഞു. നളിന വിലോചനൻ ഗുരുവായൂരപ്പൻ്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു, നവകാഭിഷേകം കഴിഞ്ഞു. കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു മധുസൂദന ത്രിവിക്രമ വാമന ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര. കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു മധുസൂദന ത്രിവിക്രമ വാമന ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര. പത്മനാഭ ദാമോദര. ഹരേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാः സമസ്താः സുഖിനോ ഭവन्तു. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ